എൻ്റെ ബിഹേവിയർ പാറ്റേൺ മാനറിസംസ് ആണോ എന്ന് എനിക്കറിയില്ല അത്. പക്ഷെ എന്തായാലും വിനീത് അത് വളരെ സ്വാഭാവികമായും തൻ്റേതാക്കിയും അത് അവതരിപ്പിച്ചതാണ് എനിക്ക് തോന്നിയത്. നിന്നെ നന്നായി സ്നേഹിക്കാൻ തോന്നുന്നു എനിക്ക്. അതുപോലെ തന്നെയാണ് അതിൽ മമതയുടെ റെസ്പോൺസസും. ആ ക്യാരക്ടറിനെ വിശകലനം ചെയ്യാനുള്ള സൂക്ഷ്മാംശത്തെ ശരിക്കും നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സാറ് അത് ആ മാനറിസത്തെ അങ്ങനെ തന്നെ ഉപയോഗിച്ചതല്ലേ? അല്ല, രജനീഷിൻ്റെ ഒരു വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒബ്സർവേഷനാണ്. ഇന്ത്യൻ തന്നെ എന്നോട് പറഞ്ഞതാണ്, എൻ്റെ അകലെ കാണുന്നത് വരെ നിന്നെ കൊണ്ടൊരു സിനിമ ഞാൻ ചെയ്യിക്കണം എന്ന് വിചാരിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത്. അതിനു മുമ്പ് അദ്ദേഹം വേറെ കുറേ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരേ കടൽ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത് ഈ അവസാനം നാഥൻ ഈ കുട്ടിയെ നെഞ്ചോട് ചേർക്കുന്നുണ്ട്, എന്താണ് അതിനർത്ഥം? ഒരു സ്ത്രീയെ പ്രലോഭിപ്പിച്ച് സെഡ്യൂസ് ചെയ്തതിൻ്റെ കാര്യം മാത്രമല്ല, അയാളുടെ സെൻസിറ്റിവിറ്റിയും അയാളുടെ എമ്പതിയും കുറേം കൂടി എൻലാർജ്ഡ് ആണ് അവസാനമായപ്പോഴേക്കും. അയാൾ നാഥനിലൊരു മാറ്റം ഉണ്ടാവുന്നുണ്ടല്ലോ. ഒരു ഏരിയൽ വ്യൂ ഷോട്ടിൽ ഈ കുട്ടികളെക്കുറിച്ചുള്ള ആശങ്ക, അവർ കയറി വരുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. ജാസ്മിനും നരേനും ഇരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ഞാൻ ചോദിച്ചു, അല്ല ശരിക്കും നിങ്ങളെന്തിനാ കളഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ശ്യാം സാറിനോട് പോയി ചോദിച്ചാൽ മതിയോ. മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരാൾ വന്നപ്പോൾ എന്നെ വിട്ടുപോയി. ഇതിപ്പോൾ ഒരു സീരീസ് ആയിരുന്നു എങ്കിൽ തീർച്ചയായും ജയൻ്റെ കഥയും കുറേ കൂടി വിപുലമായിട്ട് ഉണ്ടാവുമായിരുന്നു. സാറിനെ പോലെ വലിയൊരാൾക്ക് എന്നെ പോലൊരു പെണ്ണിനോട്. അയാളുടെ ഒരു ഡയറി തപ്പിപ്പിടിക്കും. ആ ഡയറി തപ്പിപ്പിടിച്ചിട്ട് അയാൾക്ക് ഡയറി കിട്ടുമ്പോൾ അതിൽ ഇങ്ങനെ ഒരു ഇരിപ്പുണ്ട്. ഈ ഒരു ഇരിപ്പ്, അന്നത്തെ ഞാനായിരുന്നു ഇത് എന്നുള്ളൊരു വളരെ ഒരു കൗതുകം കലർന്ന ഒരു വാത്സല്യം തന്നോട് തന്നെ തോന്നുന്ന ഒരു മൊമെന്റ്. ഇറ്റ്സ് ഓൾ ബേസിക്കലി ഹെർ ഓൺ എക്സ്പ്രഷൻസ്. എന്നിട്ട് അയാൾ കസേരയിൽ വന്നിരുന്നിട്ട് ഈ ഡയറി നോക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ആഞ്ഞിരിക്കും. ഇനി എത്ര ഋതുക്കളെ കൈകൂപ്പണം, ജന്മം ഇനി എത്ര ദൂരം പോകണം. അസാധ്യമാണ്. എക്സാക്ട്ലി. കാരണം അത് ഈ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിനകത്തുള്ള വിള്ളലുകളെ കുറിച്ച് പറയുന്നതിനപ്പുറം അത് ജന്മത്തിൻ്റെ തന്നെ ഒരു ദുർവിധികളെ കുറിച്ചാണ് അത് പറയുന്നത്. സോ ആ ഡയമെൻഷനിലേക്ക് ആ എഴുത്തിന് പോകാൻ സാധിച്ചു. ഞാൻ അതിനെ കാണുന്നത് ഒരു നെസസറി ഈവിൾ എന്നാണ് ഞാൻ കാണുന്നത്, ഈ പാട്ട് എന്നുള്ള വിഭാഗം സിനിമയിൽ. ആരായിരുന്നു അറിയ വ്യക്തി, പിന്നീട് ആമിർ ഖാൻ ആയി മാറിയ മനുഷ്യനാണത്. പിന്നെ പത്മരാജൻ ശരിക്കും ജയറാമായിട്ടനെ അപരനിൽ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തിരുന്നു എന്നൊരു വാർത്ത ഞാൻ കേട്ടു. VKP വരുന്നത് ഒരു വർഷം, മുരളി മേനോൻ വരുന്നത്, പിന്നീട് രമേശ് വരുന്നു, രഞ്ജിത്ത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് വരുന്നത്. വെരി വെരി എക്സൈറ്റിംഗ് ടൈം. കോംപ്രമൈസ് ചെയ്യാതെ എന്ന് രജനീഷ് പറഞ്ഞത് വളരെ ഉദാരമായി പറഞ്ഞതാണ്. അങ്ങനെ കോംപ്രമൈസ് ചെയ്യാത്ത ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാജമൗലി ബാഹുബലി ഉണ്ടാക്കിയതിനെ കുറിച്ച് നെറ്റ്ഫ്ലിക്സിലൊരു ഡോക്യുമെൻ്ററി ഉണ്ട്. അതിൽ അയാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. എന്തുമാത്രം എക്കണോമിക് ക്രഞ്ച്, ഫിനാൻഷ്യൽ ക്രഞ്ച് ഉണ്ടായിട്ടാണ് ആ സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതെന്ന്. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള പിയാനോ കൊണ്ട് ഈവൻ ഷീബയുടെ ട്രീറ്റ്മെൻറ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ നിന്നിട്ട് ചെയ്തിട്ടുള്ളതുണ്ട് ആ കാലഘട്ടത്തിൽ. കാരണം ഒരു ലാപ്ടോപ്പും ചെറിയൊരു കീബോർഡും ഹെഡ്ഫോൺസും ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. രജനീഷ് വളരെ ആഴത്തിലുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ കുറച്ച് കടുപ്പത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചു എന്നായിരിക്കും, പക്ഷെ അങ്ങനെയൊന്നും അല്ല. ശ്യാമപ്രസാദ് സാറാണ് നമുക്കിപ്പോൾ. ഹായ് സാർ. ഹലോ. ഇപ്പോൾ ഒരു പുതിയ ജോലിയും കൂടെ ഉണ്ട്, അഭിനയം എന്ന് പറയുന്നത്. അതൊരു പുതിയ ജോലിയാണ്, രസമുള്ളൊരു പ്രോസസ്സാണ്. സാറിനെ പലരും തിരിച്ചറിയുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. അമരനൊക്കെ പുറത്തിറങ്ങുമ്പോൾ അതൊരു ക്രിട്ടിക്കൽ അക്ലമൈസേഷൻ കിട്ടുന്നത് അത് മുൻപേ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ അഭിനയത്തിൽ കിട്ടുമ്പോൾ അതൊരു പുതിയ കാര്യമല്ലേ സാറേ? അല്ല, ഒരു അഭിനേതാവിൻ്റെ പ്രകടനം അവരെ ആഹ്ലാദിപ്പിക്കുന്നത് പോലെ അല്ലല്ലോ മറ്റൊരു സാങ്കേതിക പ്രവർത്തകനോ അല്ലെങ്കിൽ ഈവൻ ഒരു ഡയറക്ടറുടെ ജോബൊക്കെ വളരെ പലപ്പോഴും ഇൻടാഞ്ചിബിളാണ്. നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും പറ്റുന്നതിനെ വെച്ചാൽ അഭിനേതാവിനെ അവരുടെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഈ കഥാപാത്രവും അത് ചെയ്ത രീതിയും സംവിധായകൻ ചെയ്യാൻ ആവശ്യപ്പെട്ട രീതി എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ അത് നല്ല ഇഫക്റ്റ് ഉണ്ടാവുന്നു. പ്രാഥമികമായി ഞാനൊരു നടനൊന്നുമല്ല, പരിചയമുള്ള സംവിധായകരോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസോ അല്ലെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരോ ഒക്കെ അഭിനയിക്കാനായിട്ട് വിളിക്കുമ്പോൾ അവർ ആ പ്രോസസ്സിലൊരു പങ്കാളിത്തത്തിന് വേണ്ടിയാണ് എന്നെ വിളിക്കുന്നത്. ചിലപ്പോഴൊക്കെ ഒരു സപ്പോർട്ട്, ഒരു മോറൽ സപ്പോർട്ടിന് വേണ്ടി ഞാനത് ചെയ്യാറുണ്ട്. സംവിധായകനും തീർച്ചയായും എന്തായാലും ഉള്ളിൽ അഭിനയത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ മനസ്സിലേക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ നമ്മളൊരു നടൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന അനുഭവവും സംവിധായകനായിട്ട് അഭിനയത്തെ കാണുന്ന അനുഭവം രണ്ടും രണ്ടാണ്. അപ്പോൾ അമരൻ തീർച്ചയായും ആ രീതിയിൽ ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്.
അപ്പോൾ അതിനൊരു നല്ല റിസൾട്ട് ഉണ്ടായി. ആളുകൾ ഇത് ചെയ്യുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നടൻ എന്നുള്ള രീതിയിൽ ആളുകൾ കൂടുതൽ അറിയുന്നു തന്നെ. സാറിൻ്റെ ശരിക്കും മാനറിസംസോ നടനോ ഒക്കെ ഞാനൊരു സ്ഥലത്ത് കണ്ടതെന്ന് പറഞ്ഞാൽ അരികയിൽ വിനീത് ചെയ്ത കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിൻ്റെ മമതയായിട്ടുള്ള ഒരു സീനിൽ അവർ ആദ്യമായിട്ട് പരിചയപ്പെടുന്നതാണ്. പക്ഷെ ആ പരിചയപ്പെടുന്ന സീനിൽ തന്നെ അവളുടെ കൈ കവരുക, അത് മുഖത്തോട് ചേർക്കുക, ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അയാൾ. അവിടെ അയാളുടെ കൈവഴക്കം എന്ന് പറയുന്നത് ഒരുപക്ഷെ ശ്യാം സാറിൻ്റെ മാനറിസംസ് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് അതുമായിട്ട് കോറിലേറ്റ് ചെയ്ത് ചിന്തിക്കുന്നുണ്ടായിരുന്നു. എത്ര ഭംഗിയായിട്ടാണ് വിനീത് അത് ചെയ്തതെന്ന് ഞാൻ വിനീതിനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സീനിൻ്റെ ഒരു കൊറിയോഗ്രാഫി ഉണ്ട്. നമ്മളൊരു പക്ഷേ കഥ കേട്ടാൽ ഇങ്ങനെയായിരിക്കും ആ സീനെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നറേഷൻ കേട്ട് കഴിഞ്ഞാൽ. പക്ഷേ സാർ ചെയ്തു വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായി എത്ര അനായാസമാണ് നമ്മൾ ആ ഫീലിലേക്ക് പെട്ടെന്ന് വന്നത്. അവർ രണ്ടുപേരുടെ മാനസികാവസ്ഥ, ഇല്ലെങ്കിൽ അയാളുടെ മാനസികാവസ്ഥയായിട്ട് കൂടുതലാണ്, ഞാൻ പുരുഷനായതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അങ്ങനെ നിന്നത്, ചേർന്ന് നിന്നു. അവളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരുന്നു, അനുരാധ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അതിലേക്ക് വരുമ്പോൾ ഒരു അസ്വാഭാവികതയും തോന്നിയില്ല. അത് ഒരുപാട് റിഹേഴ്സൽ ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അതെങ്ങനെയാണ് സാർ അതിൻ്റെ ഒരു നാച്ചുറലായിട്ട് അത് വന്നത്? ഇല്ല, നമ്മൾ തന്നെ ഇത് എഴുതുന്നത് കൊണ്ട്, തിരക്കഥ എഴുതുന്നത് കൊണ്ടുള്ള ഒരു വലിയ ഒരു ഗുണം, നമ്മൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിലൂടെ നമ്മൾ കടന്നു പോകും. ആക്ച്വലി നമ്മൾ ആ സീൻ കണ്ടുകൊണ്ടാണ് എഴുതുന്നത്. അവിടെ എങ്ങനെയായിരിക്കും അവർ ബിഹേവ് ചെയ്യുന്നത്, അപ്പോൾ ഉണ്ടാവുന്ന സംഭാഷണങ്ങളുടെയൊക്കെ ഓരോ വാക്കുകളും നമ്മളത് എങ്ങനെയാണത് പറയുന്നതെന്ന് പോലും മനസ്സിൽ ഓർത്തുകൊണ്ടാണ് എഴുതുന്നത്. പിന്നെ ഓഫ് കോഴ്സ് വിനീതനെയും മമതയും പോലുള്ള വളരെ ടാലൻ്റഡായിട്ടുള്ള രണ്ട് ആക്ടേഴ്സിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഇമ്മീഡിയറ്റാണ്. ഐ മീൻ ആ കഥാപാത്രം പ്രത്യേകിച്ചും സാധാരണ ഒരു സിനിമയുടെ ഒരു പാർലൻസിൽ, ഒരു ഭാഷയിൽ അതിനെ വില്ലനസ് എന്നൊക്കെ വിളിക്കാവുന്ന, നെഗറ്റീവ് എന്നൊക്കെ ആ ഒരു വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നൊരു കഥാപാത്രമാണ്. പക്ഷേ ആ കഥാപാത്രത്തോട് പോലും നമ്മൾ എംപതൈസ് ചെയ്യുമ്പോഴാണ് നമുക്കതിലൊരു യഥാർത്ഥ ജീവിതത്തിലുമായിട്ട് കണക്ട് ചെയ്യുന്നത്. കാരണം എല്ലാ മനുഷ്യനിലും അവരുടേതായിട്ടുള്ള റീസൺസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള ന്യായീകരണം അതിനുണ്ടാവും. വേറൊരാളെ അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കുന്നതായിരിക്കണമെന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അതിൻ്റെ പിന്നിലുള്ളൊരു സൈക്കോളജിക്കൽ പ്രോസസ്സൊക്കെ വിനീതുമായിട്ട് നല്ലപോലെ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ആ ബിഹേവിയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ബിഹേവിയർ പാറ്റേൺ മാനറിസംസ് ആണോ എന്ന് എനിക്കറിയില്ല അത്. പക്ഷേ എന്തായാലും വിനീത് അത് വളരെ സ്വാഭാവികമായും തൻ്റേതാക്കിയും അത് അവതരിപ്പിച്ചതാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെയാണ് അതിൽ മമതയുടെ റെസ്പോൺസസും. കാരണം അത് ആ കുട്ടി വല്ലാതെ ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു മൊമെൻറ്റിലാണ്. അവളുടെ ഒരു സ്വാഭാവിക ഒരു അവസ്ഥ അനുസരിച്ചിട്ട് അതിൽ വഴങ്ങുന്നവരല്ല. പക്ഷേ ഷീ സക്കംസ് ടു ഇറ്റ് നോയിങ് ദാറ്റ് ദിസ് മേ ലീഡ് ടു നത്തിങ്. അപ്പോൾ അതൊക്കെ ഈ രണ്ട് ആക്ടേഴ്സ് തമ്മിലുള്ളൊരു കെമിസ്ട്രി, ഇതെല്ലാം കൂടി ചേരുന്നതാണ്. ബട്ട് ബേസിക്കലി അത് എഴുതുമ്പോഴേ അത് കൺസീവ്ഡ് ആണത്. പലപ്പോഴും പറയാറുള്ളത് പോലെ ഈ നല്ല ആക്ടിംഗ് എന്ന് പറയുന്നത്, നല്ല കഥാപാത്ര സൃഷ്ടി എന്ന് പറയുന്നത് നല്ല രചനയുടെ ഒരു ഔട്ട്കമാണ്. സോ അത് അതിലുണ്ടായിരുന്നു. അത് ആക്ടേഴ്സിലൂടെ അത് കൊണ്ടുവരാനും സാധിച്ചു. ആ സീനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കൂടുതൽ പറയണമെന്ന് എനിക്ക് തോന്നുന്നത് അത് അത്രയും ഉള്ളിൽ ആയതുകൊണ്ടാണ്. കാരണം ആ സിറ്റുവേഷനിൽ ആ രണ്ട് ക്യാരക്ടേഴ്സിനെ നമ്മൾ ഒരുപാട് ടൈം കൊടുത്തിട്ടില്ല. ആ ഒറ്റ സിറ്റുവേഷൻ കൊണ്ടാണ് അവർ തമ്മിൽ അത്രയും അഗാധമായിട്ട് എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു ആഴത്തിലുള്ള ബന്ധത്തിലേക്ക് വീഴുന്നത്. ഈ രാജവെമ്പാലയെ പിടിക്കാൻ വേണ്ടിയിട്ട് വിദേശത്തുനിന്ന് ഒരാൾ വന്നാലും പാമ്പിനെ കുറിച്ചുള്ള സാധാരണ സൈക്കോളജി അറിയാമെങ്കിൽ അയാൾക്ക് രാജവെമ്പാലയെ കിസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് അതിനെ പറ്റിയിട്ടുള്ള അയാളുടെ അറിവാണ്. മനുഷ്യാവസ്ഥകളെ വൈകാരികമായി സമീപിച്ചുകൊണ്ട് ആ മനുഷ്യാവസ്ഥകളെ നമ്മളിലേക്ക് എത്തിക്കാൻ സാറ് പല അവസരങ്ങളിലും പ്രയത്നിക്കുന്നത് സിമ്പിളായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. സാർ അതിൻ്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമുക്കറിയില്ല, വളരെ ലൈറ്റായിട്ടാണ് നമ്മളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അതേപോലെയാണ് നാഥൻ്റെയും ദീപ്തിയുടെയും കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് അധികം ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഒരു ഏരിയൽ വ്യൂ ഷോട്ടിൽ ആ കുഞ്ഞുങ്ങളിങ്ങനെ രണ്ടുപേരും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എനിക്ക് നടക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരുമ്പോൾ അതുവരെ കൊണ്ടുവന്ന എല്ലാ ക്യാരക്ടേഴ്സിനെയും കളഞ്ഞിട്ട് ഈ കുട്ടികളെക്കുറിച്ചുള്ള ആശങ്ക, അവർ കയറി വരുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. ശരിക്കും ഇന്ന് ഞാനത് ഓർക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ ശ്വാസം മുട്ടൽ ഇന്നും മാറിയിട്ടില്ല. ആ കുട്ടികൾ മുകളിലേക്ക് എത്തിയാൽ അവരുടെ അവസ്ഥ എന്താകും എന്നുള്ളത് ഇത് ഭയങ്കര ഒരു പ്രോസസ്സാണ്. പക്ഷേ അവിടെ വന്നിട്ട് ആ ഏരിയൽ ഷോട്ട് വന്നപ്പോൾ ശരിക്കും അഴകപ്പൻ സാറിൻ്റെ ക്യാമറയാണ്. അത് പ്രീ പ്ലാൻഡ് ആയിരുന്നോ അതേ സാർ സിറ്റുവേഷനിലി അത് ക്രാഫ്റ്റ് ചെയ്തതാണ്? ആ ലൊക്കേഷൻ്റെ ചില പ്രത്യേകതകൾ വെച്ചുകൊണ്ട് അത് ഡിവൈസ് ചെയ്തതാണ്. സ്വതവേ ഒരു ലിഫ്റ്റ് ഉണ്ട്, പക്ഷേ ലിഫ്റ്റിലല്ല ഇവർ കയറുന്നത്, ഇവർ നടന്ന് പോവുകയാണ്.
സോ നമുക്ക് ആ ദീപ്തിയും നാഥനും ആ മുറിക്കകത്ത് ഉള്ള അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് പാരലായൊരു ആക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ അമ്മയെ അന്വേഷിക്കുന്നു, നടന്ന് മെല്ലെ വരുന്നു. ഇതൊരു സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ കഥയാണെങ്കിലും അത് അവരെ ചൂഴ്ന്നു നിൽക്കുന്ന കുടുംബം, സമൂഹം, അവരനുഭവിക്കുന്ന വ്യഥകൾ, ധർമ്മസങ്കടങ്ങൾ, ഇതെല്ലാം അതിനകത്ത് എമ്പത്തൈസ് ചെയ്യുന്ന ഒരു സ്പേസ് കുറച്ച് അധികമാണ് ഈ കുട്ടികളോടും. കാരണം എനിക്ക് ഒരേ കടൽ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത് ഈ അവസാനം നാഥൻ ഈ കുട്ടിയെ നെഞ്ചോട് ചേർക്കുന്നുണ്ട്, എന്താണ് അതിനർത്ഥം എന്നൊക്കെ. അതൊക്കെ ആക്ച്വലി ഇംപ്രവൈസ് ചെയ്തിട്ടും ഒക്കെ ഉണ്ടായിട്ടുള്ളൊരു സ്വാഭാവികമായൊരു മൊമെൻ്റാണിത്. അത് ആ കുട്ടികളെ സ്വീകരിക്കുക എന്നുള്ളതാണോ അതിനർത്ഥം എന്ന് ചോദിച്ചാൽ അല്ല. അതിൽ എന്തെങ്കിലും ഒരു വളരെ എന്താ പറയുക ഒബ്ജക്റ്റീവായിട്ടുള്ളൊരു മീനിങ്ങോ സിമ്പലോ ഒന്നും അല്ല അത്. പക്ഷേ അതിലൊരു അയാളുടെ അകത്തുള്ള ആ എമ്പതിയുടെ ആ ഒരു ലെവൽ, അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടുന്നതാണ് നമ്മളിത് കാണുന്നത്. കാരണം ഇത് വെറും ഒരു സ്ത്രീയോടുള്ള ഒരു സ്ത്രീയെ പ്രലോഭിപ്പിച്ച് സെഡ്യൂസ് ചെയ്തതിൻ്റെ കാര്യം മാത്രമല്ല, അയാളുടെ സെൻസിറ്റിവിറ്റിയും അയാളുടെ എമ്പതിയും കുറേയും കൂടി എൻലാർജ്ഡ് ആണ് അവസാനമായപ്പോഴേക്കും. നാഥനിലൊരു മാറ്റം ഉണ്ടാവുന്നുണ്ടല്ലോ. ഇങ്ങനെയൊക്കെയുള്ള കുറേ ഭാവാത്മകമായിട്ടുള്ള കുറേ മീനിങ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, കാരണം അതൊരു ഒറ്റ ഡയമെൻഷനിലാണ്. അങ്ങനെയുള്ള കുറേ റിഫ്ലക്ഷൻസ് അതിനുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ കുട്ടി കയറി വരുന്നതും അവരെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു അഴിക്കാനാവാത്തൊരു കുരുക്കിൻ്റെ ഒരു പടികൾ കയറി വരുന്ന ഈ കുട്ടികളും എല്ലാം ചേർന്നുള്ള ഒരു മൊമെൻ്റാണത്. അരികേല സീനിൻ്റെ തുടർച്ചയിൽ ആ പുരുഷൻ്റെ മാനറിസത്തിൽ അയാളുടെ സിഗരറ്റിൻ്റെ പുക അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ ഊതുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ എത്തുന്നൊരവസ്ഥയിലാണ് അയാൾ ആസ്വദിക്കുന്നത്. ആ സിഗരറ്റ് ആസ്വദിക്കുന്നത് ഭയങ്കര രസകരമായിട്ട് ആ ക്യാരക്ടറിനെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്, അയാൾ എങ്ങനെയാണ് ജീവിതത്തെ കാണുന്നതെന്നൊക്കെ ഉള്ളത്. ആ പുക ഇങ്ങനെ കറക്റ്റായിട്ട് അയാൾ അതിനകത്തൊരു ആസ്വാദനം കണ്ടെത്തുന്നുണ്ട്. അതൊരു പക്ഷേ ആ ക്യാരക്ടറിനെ വിശകലനം ചെയ്യാനുള്ള സൂക്ഷ്മാംശത്തെ ശരിക്കും നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സാറ് അത് ആ മാനറിസത്തെ അങ്ങനെ തന്നെ ഉപയോഗിച്ചതല്ലേ? അത് ഭയങ്കര ഡെലിബറേറ്റ് ആയിട്ട് തന്നെ ചെയ്തതല്ലേ? അല്ല, രജനീഷിൻ്റെ ഒരു വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒബ്സർവേഷനാണ്. ഓരോ കാഴ്ചക്കാരനും അതിൻ്റെ ഡയമെൻഷൻസ് പല രീതിയിലാണ് എടുക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടിയെ സെഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല അത്. വാസ്തവത്തിൽ അയാളുടെ ഒരു ജീവിതത്തിനെ കുറിച്ചുള്ള അയാളുടെ കാഴ്ചപ്പാടാണ് വാസ്തവത്തിൽ അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ആ വാക്കുകളിലൂടെ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ഈ പെൺകുട്ടി ജീവിതത്തെ കാണുന്നതും ബന്ധങ്ങളെ കാണുന്നതും സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ച് പ്രത്യേകിച്ചുള്ള കാഴ്ചപ്പാടുകൾ വ്യത്യാസമുണ്ട്. ഈ രണ്ട് ലോകങ്ങളെ കാണുന്നത്, അതിൻ്റെ ബിഹേവിയറലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വ്യത്യാസങ്ങളും അതിലുണ്ട്. ഇതേപോലെ തന്നെയാണ് മമ്മൂട്ടിയുടെ ക്യാരക്ടർ നാഥൻ ദീപ്തിയെ സെഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് റിയലി ജസ്റ്റ് എ സെഡക്ഷൻ, ഇറ്റ്സ് ബേസിക്കലി രണ്ട് ലോകങ്ങളിലുള്ളവർ പരസ്പരം ക്രിസ് ക്രോസ് ചെയ്യും. അത് നാഥൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഈ നാഥൻ്റെ ഒരു വലിപ്പമുണ്ട്. സാറിനെ പോലെ വലിയൊരാൾക്ക് എന്നെ പോലൊരു പെണ്ണിനോട് നാഥൻ്റെ വലിപ്പത്തിലാണ് ഒരു ഇഷ്ടം ഇരിക്കുന്നത്. നാഥൻ്റെ വലിപ്പത്തോടുള്ള അവളുടെ ഒരു ആഗ്രഹമുണ്ട്. അത് എന്ത് കണ്ടിട്ടാണ് എന്ന് ചോദിച്ചാൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളെ സാർ എഴുതാതെ തന്നെ വിടാറുണ്ട്, ഇല്ലെങ്കിൽ എഴുതി വിടുമ്പോഴും നമുക്കൊരു സ്പേസ് തരുന്നുണ്ട്. നാഥനെ ശരിക്കും പോർട്രേറ്റ് ചെയ്യുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ഒരാൾ ചോദിച്ചാൽ സാർ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, വിഷ്വലിൽ വന്നപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പക്ഷേ അത്തരം ചർച്ചകളിൽ സാർ എന്തായിരിക്കും പറയുക? ശ്രീ മമ്മൂട്ടിയെ പോലുള്ളൊരു ധാരാളം വായിക്കുകയും പലതരം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പരിചയം ഉള്ള ഒരാൾക്ക് ഇതിൻ്റെ ഒരു കോംപ്ലക്സിറ്റിയെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഒരു നടൻ ഈ കഥാപാത്രത്തെ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു ഫുൾ ഫ്രെയിമിലാണല്ലോ. അപ്പോൾ ഇത് അവസാനം ഈ കഥാപാത്രം എന്തായി മാറും, തുടക്കത്തിൽ എന്തായിരുന്നു, ഇതിൻ്റെ മറ്റു ഭാവങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹം കടന്നു പോകുന്ന മറ്റ് സന്ദർഭങ്ങൾ എന്തൊക്കെയാണ്. നാഥൻ്റെ തുടക്കത്തിലെ ഇൻട്രഡക്ഷനിൽ തന്നെ അയാൾ ഒരു ജീവിത നിരാസത്തിലുള്ള ഒരാളാണ്. അയാളൊന്നും ഇത് ചെയ്യുന്നില്ല. അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചെറിയമ്മ മരിച്ചിട്ട് അയാൾ വളരെ ഉദാസീനമായിട്ടാണ് അത് ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരാളുടെ ലൈഫിലേക്കൊരു ചെറിയ മടക്കം എന്ന് വേണമെങ്കിൽ വിളിക്കാം. നല്ല ഒരു ആക്ടർ എന്ന് പറയുന്നത് ഒരു സംവിധായകനെ പോലെ തന്നെ മനുഷ്യാനുഭവങ്ങളെ വ്യാഖ്യാനിക്കാൻ മനസ്സിലാക്കാനൊക്കെ ഉള്ള കഴിവുള്ള ഒരാളാണ്. അതുകൊണ്ടാണത് ചെയ്യാൻ കുറേ കൂടി എളുപ്പമാവുന്നത്. അതിനകത്ത് പോവർട്ടിയെക്കുറിച്ച് അയാൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്, നമ്മുടെ അവസ്ഥ എന്താണെന്നൊക്കെ ഉള്ളത് കാണിക്കുന്നുണ്ട്. അതേപ്പറ്റിയിട്ടുള്ള ബോധേഡ് ആയിട്ടുള്ളൊരു എക്കോണമിസ്റ്റും കൂടെയാണ്. അപ്പോൾ പക്ഷേ ചില കാര്യങ്ങളിൽ അയാൾ
അയാളിലേക്ക് മാത്രം നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. തീർച്ചയായും രണ്ടും മനുഷ്യാവസ്ഥകളാണ്, പലതരത്തിലാണ് നമ്മൾ മനുഷ്യനെ നോക്കിക്കാണുക. ഇതിൽ ഇത്തരം കോൺട്രഡിക്ഷൻസ് ഉണ്ടല്ലോ. കാരണം നമ്മൾ ഭയങ്കര സൊസൈറ്റിയെ കുറിച്ചൊക്കെ വളരെ അക്കാഡമിക്കലി കൺസേൺഡ് ഒരാൾ വാസ്തവത്തിൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു ജസ്ചർ വേറൊരു മനുഷ്യനോട് ചെയ്യണമെന്നില്ല. അത് വെറും അക്കാഡമിക്കൽ ലെവലിൽ നിൽക്കും. ഇത്തരം കോംപ്ലക്സിറ്റീസ് ചേർന്നാണ് നമ്മുടെയൊക്കെ ജീവിതം. ഒരേ സമയം നമുക്ക് 2 വ്യക്തികളോ 3 വ്യക്തികളോ ആയിട്ട് ജീവിക്കാൻ പറ്റും. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണത്. ചിന്തകൾ പലതരത്തിൽ ആൾക്കാരിൽ ഉണർത്തണമെന്ന് സാറിന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് കഥാപാത്രങ്ങളൊക്കെ എപ്പോഴും വിടുന്നത്. പക്ഷേ എവിടെയെങ്കിലും പോയിട്ട് സാറ് ആരോടെങ്കിലും ചേർന്ന് നിൽക്കുമോ? ഇന്ന ആളോട് നമുക്ക് കുറച്ച് കൂടുതൽ ചേർന്ന് നിൽക്കാം, ഇയാളെ നമുക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് അവതരിപ്പിക്കാം എന്ന് തോന്നാറുണ്ടോ? കാരണം ഇത് ചോദിക്കാൻ കാരണം എന്ന് പറയാം, അവസാനം ഈ നരേൻ ചെയ്യുന്ന ജയപ്രകാശാണെന്ന് തോന്നുന്നു ക്യാരക്ടറിൻ്റെ പേര്, ഒരേ കടലിൽ. അയാളെ നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മൾ തൽക്കാലത്തേക്ക് വിസ്മരിക്കുകയാണ്. അയാളെക്കുറിച്ച് കൂടുതൽ പറയാനോ അയാൾക്ക് എന്ത് സംഭവിച്ചോ എന്ന് അന്വേഷിക്കാനോ സാധിക്കുന്നില്ല. ഞാൻ തമാശയ്ക്ക് ജാസ്മിനും നരേനും ഇരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ഞാൻ ചോദിച്ചു, അല്ല ശരിക്കും നിങ്ങൾ എന്തിനാ കളഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ശ്യാം സാറിനോട് പോയി ചോദിച്ചാൽ മതിയോ? അല്ല സാർ, അപ്പോൾ അവിടെ എവിടെയെങ്കിലും നമ്മൾ ഒരു പോയിന്റിൽ അയാളെ നെഗ്ലക്റ്റ് ചെയ്ത് തോന്നുന്നൊരു തോന്നൽ സാറിന് പിന്നീടുണ്ടോ, ഇല്ലെങ്കിൽ വേറൊരാളെ നമ്മൾ ഫോക്കസ് ചെയ്ത് തോന്നുന്നൊരു തോന്നലുണ്ടോ? ഒരു കഥയാവുന്നത് അതിനൊരു പ്രത്യേക സ്ട്രക്ചർ ഉള്ളതാണല്ലോ. അതിനൊരു കേന്ദ്ര കഥാപാത്രം ഉണ്ടാവും, സഹകഥാപാത്രങ്ങളുണ്ടാവും. അത് ഒരു ജനാധിപത്യ വ്യവസ്ഥ അനുസരിച്ചിട്ട് എല്ലാവർക്കും തുല്യമായിട്ട് ജീവിച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്മളൊരു കാര്യം പറയാൻ ശ്രമിക്കുമ്പോൾ, പ്രത്യേകിച്ചും 2 മണിക്കൂർ പോലുള്ളൊരു ഒരു സമയത്തിനകത്തൊരു കഥ പറയുമ്പോൾ നാച്ചുറലി ദർ വിൽ ബി ഫോക്കസ് പോയിൻറ്റ്സ്. ബട്ട് അതുകൊണ്ട് മറ്റ് ഏതെങ്കിലും ഒരു കഥാപാത്രത്തോട് ഇൻജസ്റ്റിസ് ചെയ്യണമെന്നുമില്ല. കാരണം ഇതിനകത്തുപ്പെട്ട എല്ലാ വ്യക്തികളോടും തുല്യമായി എംപത്തൈസ് ചെയ്യാനാണ് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എനിക്കിഷ്ടം. പക്ഷേ ആ സമയത്തിൻ്റെയൊക്കെ ഒരു പരിമിതി കൊണ്ട് ചിലവരിലേക്ക് അത് ഫോക്കസ്ഡ് ആവുന്നു, ചിലരുടെ കഥയായിട്ടത് മാറുന്നു, അതൊരു ഷേപ്ഡ് അപ്പ് ആവുന്നു. ഇതിപ്പോൾ ഒരു സീരീസ് ആയിരുന്നു എങ്കിൽ തീർച്ചയായും ജയൻ്റെ കഥയും കുറേം കൂടി വിപുലമായിട്ട് ഉണ്ടാവുമായിരുന്നു. ഈ സീൻ കൊറിയോഗ്രാഫിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ കാഴ്ചയിൽ പാർവതിയുടെ മാനറിസത്തിൽ, അതായത് പാർവതി അയാളുടെ ഒരു ഡയറി തപ്പിപ്പിടിക്കും. ആ ഡയറി തപ്പിപ്പിടിച്ചിട്ട് അയാൾക്ക് ഡയറി കിട്ടുമ്പോൾ അതിൽ ഇങ്ങനെ ഒരു ഇരിപ്പുണ്ട്, ഭയങ്കര രസമാണ്. അതെന്ന് വെച്ചാൽ നമുക്ക് അയാളുടെ ഹാപ്പിനെസ് മനസ്സിലായി. എന്നിട്ട് അയാൾ കസേരയിൽ വന്നിരുന്നിട്ട് ഈ ഡയറി നോക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ആഞ്ഞിരിക്കും. നമുക്ക് എന്താണെന്ന് വെച്ചാൽ അയാളുടെ ഇമോഷൻ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലായി. ഇത് ശരിക്കും ഇത് ഡിസൈൻഡ് ആണോ അതേ സംസാരിച്ച് പരുവപ്പെട്ടു വന്നതാണ്? ഇറ്റ്സ് ഓൾ എൻറ്റയർലി പാർവതീസ് കോൺട്രിബ്യൂഷൻ. അത്തരം ഡീറ്റെയിലിംഗ് എല്ലാം ആ കുട്ടി ചെയ്തതാണ്. എനിക്കും അത് വളരെ കൗതുകരമായി തോന്നി. കാരണം ഈ ഒരു ഇരിപ്പ്, അന്നത്തെ ഞാനായിരുന്നു ഇത് എന്നുള്ളൊരു വളരെ ഒരു കൗതുകം കലർന്ന ഒരു വാത്സല്യം തന്നോട് തന്നെ തോന്നുന്ന ഒരു മൊമെൻറ്റ്. ഇറ്റ്സ് ഓൾ ബേസിക്കലി ഹെർ ഓൺ എക്സ്പ്രഷൻസ്. ഒരു മൈക്രോ ഡയറക്ഷൻ ഒന്നും പൊതുവേ ഞാൻ ചെയ്യാറില്ല. അത് ആ കഥാപാത്രത്തെ ഏറ്റവും നന്നായി അതിൻ്റെ, പിന്നെയും ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ്, ആ കഥാപാത്രത്തിൻ്റെ എല്ലാ കോംപ്ലക്സിറ്റിയിലും അതിനെ മനസ്സിലാക്കാൻ നടനെ പ്രേരിപ്പിക്കുക എന്ന് മാത്രമാണ് എൻ്റെ ജോലി. എക്സാക്ട്ലി എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കാറില്ല. ഇവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. സാറിന് കഥ അറിയാമെങ്കിലും ചിലപ്പോൾ സാർ അതേ പറ്റിയിട്ടായിരിക്കില്ല സംസാരിക്കുക. ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതുമായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. പിക്ക് ചെയ്യാൻ കഴിയുന്നവർക്ക് പലതും പിക്ക് ചെയ്യാം. പക്ഷേ വേഗമായിട്ടാണോ സംസാരിക്കുന്നത്, ഷാർപ്പായിട്ടാണോ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റിനോട്? അത് അവരോടും കൂടി ചോദിക്കേണ്ട ചോദ്യമാണ്, എന്തുമാത്രം അത് എങ്ങനെയാണത് എന്നുള്ളത്. ബട്ട് ഐ ബിലീവ് ഒരു സംവിധായകൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ധർമ്മം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല ഡയറക്ടർ ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്ററാണ്. അത് നടനോട് മാത്രമല്ല, ക്യാമറമാനോട് എന്ത് തരത്തിലുള്ള ടോണാണ് എനിക്ക് ആവശ്യം, എന്താണ് അതിൽ പ്രത്യേക മൂവ്മെൻറ്റ്, അതിൻ്റെ മൂഡ് എന്താണ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഡിസൈനറോട് എന്താണ് അതിൻ്റെ ഒരു വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു സെറ്റിലുള്ളൊരു 100 പേരോട് ഏറ്റവും ഷാർപ്പായും നുവാൻസ്ഡായിട്ടും പല തലങ്ങളിൽ സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഡയറക്ടറുടെ കഴിവ്. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇഫ് യു ഹയർ ഗുഡ് പീപ്പിൾ ആൻഡ് ഇഫ് യു ഹാവ് ദ സ്കിൽ ടു കമ്മ്യൂണിക്കേറ്റ്, യു ക്യാൻ ബി എ ഡയറക്ടർ. ഇത്രയേ ഉള്ളൂ. അല്ല സാങ്കേതികതയൊന്നുമില്ല അതിൽ. ആ കമ്മ്യൂണിക്കേഷൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനാണ് ഞാൻ അറിയാതെ ഇത്രയും കാലങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ കമ്മ്യൂണിക്കേഷനൊരു ക്ലാരിറ്റി ഉണ്ടാവണമെങ്കിൽ സ്വന്തം ഉള്ളിൽ ആ ക്ലാരിറ്റി ഉണ്ടാവണം, എന്നാലേ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഈ കാഴ്ചയിലെ സുധ എന്നുള്ള കഥാപാത്രം അനുഭവിക്കുന്നത് എന്തായിരിക്കും ആ ഒരു മനഃശാസ്ത്രം, അതിനൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിലേ നമുക്ക് അവരോട് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്
ഒരു സംവിധായകൻ്റെ ഒരു ഇന്നർ റെവല്യൂഷൻ്റെ ഒരു ഭാഗമാണ്. അത് വായനയിലൂടെയും മറ്റ് സാംസ്കാരികമായിട്ടുള്ള എക്സ്പോഷറിലൂടെയും സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നതിലും അതിലൂടെയാണ് നമ്മളുടെ പെർസെപ്ഷൻ ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്നത്. ആ പെർസെപ്ഷനാണ് നമ്മൾ ഇൻസ്ട്രക്ഷനായിട്ട് ആക്ടറിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ കമ്മ്യൂണിക്കേഷനിൽ ഒരു ചെറിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സാറിനെ പോലെ ഒരു സംവിധായകൻ, അതിപ്പോൾ നാഥൻ എന്തുകൊണ്ട് അത്രയും ഹൈപ്പ് കിട്ടിയെന്ന് ചോദിച്ചാൽ അയാളുടെ അറിവോ ഇല്ലെങ്കിൽ അയാൾ വിരാജിക്കുന്ന മേഖല അതാണെന്നോ നമ്മുടെ ഒരു ധാരണയാണ്. അതേപോലെ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ചെറിയ ആർട്ടിസ്റ്റുകളായിരിക്കാം അല്ലെങ്കിൽ വലിയ ആർട്ടിസ്റ്റുകളാണെങ്കിലും സാർ എന്ന് പറയുന്ന ഒരു സംവിധായകന് കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരമുണ്ട്. ഈ ലെവലിലും തോതിലും നിന്നിട്ടാണ് സാറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സാർ അറിവുള്ള ഒരാളാണെന്ന് അവർക്കറിയാം. അപ്പോൾ ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ മടിയുണ്ടാവും. ഈ ഒരു ഐസ് ബ്രേക്കിംഗ് ആദ്യമേ നടത്തുമോ? അവരുമായിട്ട് സംസാരിക്കുമ്പോൾ വളരെ ലളിതമായിട്ട് നമ്മളെ സമീപിക്കാൻ കഴിയുമെന്ന് സാർ കാണിച്ചു കൊടുക്കുമോ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ ഒരു രജനീഷ് വളരെ ആഴത്തിലുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ കുറച്ച് കടുപ്പത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചു എന്നായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും അല്ല. കാരണം അവരെ ശരിക്കും നയിക്കുന്നത് സ്ക്രിപ്റ്റാണ്. എന്താണ് വേണ്ടതെന്ന് സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ നടപ്പ് ശീലങ്ങൾക്കനുസരിച്ചിട്ട് ചിലപ്പോൾ കഥാപാത്രങ്ങളെ മനസ്സിലാക്കുന്നതിൽ പോർട്രേ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് ചില സംശയങ്ങളുണ്ടാവാം. എൻ്റെ എക്കാലത്തെയും അഡ്വൈസ് ടു ആക്ടേഴ്സ് ഈസ് കഥാപാത്രത്തിനോട് എംപതൈസ് ചെയ്യുക ആദ്യം. ഞാനൊരു നെഗറ്റീവ് ക്യാരക്ടറാണെന്ന് ആലോചിക്കുന്ന നടന്മാർ ഉണ്ടാവരുതേ എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ആ നെഗറ്റീവിലും എവിടെയെങ്കിലും ഒരു പോസിറ്റിവിറ്റി കാണുമ്പോഴാണ് നമ്മൾ അതിലെ യഥാർത്ഥ ഒരു മനുഷ്യൻ്റെ ഒരു കോംപ്ലക്സിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് കലയുടെ പ്രോസസ്സ് തന്നെ, ആ എംപതൈസ് ചെയ്യാനുള്ള സാധ്യത. നടപ്പ് രീതികളെ ഒഴിവാക്കിക്കൊണ്ടാണ് സാർ എപ്പോഴും ചിന്തിക്കുക. ഇപ്പോൾ നടപ്പ് രീതിക്കനുസരിച്ച് ഇതിനെ കൈകാര്യം ചെയ്യാൻ സാറ് തയ്യാറാവാറില്ല. കഥകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നടപ്പ് രീതിയെ മാറ്റിവെക്കുന്നതാണ്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഋതുവിലേക്ക് വരുമ്പോൾ ഋതു ഒരു ന്യൂജൻ സിനിമയാണ്, ഒരു ന്യൂജൻ കാലഘട്ടത്തിന് തുടക്കം കുറിച്ച സിനിമയാണെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരമുണ്ട്. എല്ലാ കാലഘട്ടത്തിലും ഈ ന്യൂജൻ എന്ന് പറയുന്ന വാക്കുണ്ട്. പക്ഷേ ഋതു ഒരു മാർക്കായിട്ട് കരുതിയത് അതിൻ്റെ മേക്കിംഗ് മാത്രമല്ല, ആ ആശയങ്ങളുമൊക്കെ കുറച്ചുകൂടെ നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കുന്ന യുവാക്കൾ സംസാരിക്കുന്ന. അതുകൊണ്ട് തന്നെ സാർ ഇപ്പോൾ ടെക്നോ പാർക്കോ ഇൻഫോ പാർക്കോ ഒക്കെയാണ് അതിനകത്ത് പശ്ചാത്തലം എന്ന് പറയുന്നത്. അതിനകത്ത് ആസിഫ് അലിയും വിനയ് ഫോർട്ടും കൂടെ സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അവർ ആദ്യമായിട്ട് പരിചയപ്പെടുകയും കണ്ണിലൂടെ ആസിഫ് അലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, കണ്ണൊക്കെ എഴുതിയിട്ട് ഭയങ്കര സുന്ദരനായിട്ട് ആസിഫ് അലി വരുന്നുണ്ടായിരുന്നു. അത് നമ്മൾ അന്ന് വരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരാളിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായിരിക്കാം സിനിമ അവതരിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ അയാളുടെ ഐഡൻറ്റിറ്റിയോടുകൂടി തന്നെ കാണിക്കാൻ അന്ന് ശ്രമിച്ചിരുന്നു. ഇന്നതൊരു പുതുമയല്ല, പക്ഷെ അന്നത് ഒരു പുതിയ കാര്യമായിരുന്നു. അത്തരം ചില തോട്ട്സ് ഒക്കെ അങ്ങനെ തന്നെ അന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അക്സെപ്റ്റൻസ് കുറവായിരിക്കും. പക്ഷെ സാർ ധൈര്യം കാണിക്കാറുണ്ട്. ഈ കമേഴ്സ്യൽ സിനിമ തന്നെയാണ് സാറും ചെയ്യുന്നത്. ആർട്ട് എന്ന രീതിയിലല്ല അതിനെ സമീപിക്കുന്നത്. ഇത് കമേഴ്സ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ആളുകൾ കാണാൻ വേണ്ടിയിട്ടും ആൾക്കാരെ രസിപ്പിക്കാനും ഒക്കെ ഉദ്ദേശമുണ്ട് അതിനകത്ത്. പക്ഷേ സാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറുമല്ല. അങ്ങനെ ഒരു നിലപാടെടുത്ത് നിൽക്കാൻ കഴിയുന്നതിന് കുറച്ച് മിടുക്ക് കൂടുതലുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഋതുവിനെ ഒരു ന്യൂജനായിട്ട് കണക്കൂട്ടിയത്? അല്ല, കണക്കൂട്ടിയത് ഞാനല്ല. എന്നെ സംബന്ധിച്ചോളം അതൊരു കഥയാണ്. അതൊരു ടെക്നോ പാർക്കിലെ പുതിയൊരു ജനറേഷനെ കുറിച്ചുള്ളൊരു കഥയാണ്. സ്വാഭാവികമായും അതിൻ്റെ ഭാഷയും അതിൻ്റെ ടോണും ഒക്കെ ന്യൂജൻ എന്ന് പിൽക്കാലത്ത് വിളിക്കപ്പെട്ട ഇതിൻ്റെ ഭാഗമായി നമുക്ക് ചുറ്റും ആ 2000s-ൻ്റെ 2005, 2007 ഋതു ഉണ്ടാക്കുന്നത്, 2009. അപ്പോൾ ആ ടെക്നോ പാർക്കിൻ്റെയൊക്കെ ഒരു പ്രവർത്തനങ്ങൾ വളരെയധികം ശക്തമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഞാൻ താമസിക്കുന്നതിന് ചുറ്റും ഞങ്ങളുടെ അതേ അപ്പാർട്ട്മെൻറ്റിന് അടുത്തൊക്കെ എല്ലാം ഈ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവരുടെ ലൈഫ് സ്റ്റൈൽസ്, അവരുടെ ആറ്റിറ്റ്യൂഡ്സ് ഇതെല്ലാം വളരെ അടുത്തു നിന്ന് അറിയാനുള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവരെക്കുറിച്ചൊരു കഥ നമുക്ക് ചെയ്യാൻ എന്നുള്ള ആഗ്രഹം ഉണ്ടാവുകയും അന്ന് ജോഷുവ ന്യൂട്ടൺ, എൻ്റെ സുഹൃത്തായിട്ടുള്ള ജോഷുവ ന്യൂട്ടനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ജോഷുവോട് ഇതിനെപ്പറ്റി സജസ്റ്റ് ചെയ്യുകയും ജോഷുവ അത് ഏറ്റെടുക്കുകയും അദ്ദേഹം റിസർച്ച് ചെയ്യും, തനതായിട്ട് റിസർച്ച് ചെയ്യുകയും അങ്ങനെയൊക്കെയാണ് അത് ഉണ്ടാവുന്നത്. സിനിമയിലൊരു പുതിയ ജനറേഷൻ ഉണ്ടാക്കാമെന്നുള്ള ആഗ്രഹമൊന്നും ഉദ്ദേശം അന്നുമില്ല, ഇന്നുമില്ല. ഓരോ കഥയ്ക്കും അതിൻ്റേതായിട്ടുള്ളൊരു തലം ആവശ്യമുണ്ട്. ഇപ്പം കാഴ്ച എന്നുള്ളത് വാസ്തവത്തിൽ 30 വർഷം മുമ്പിലുള്ളൊരു കഥയായിട്ടല്ലേ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു താളം, അതിൻ്റെ ഒരു ടോൺ ഒക്കെ വ്യത്യാസമുണ്ട്. ഓരോ കഥയ്ക്കും അത് ആവശ്യമുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള കുറച്ചുകൂടി ഒരു കോസ്മോപൊളിറ്റൻ ആയിട്ടുള്ള, കുറച്ചുകൂടി ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അവർക്കുണ്ട്. ഈ പറഞ്ഞ പോലെ ഗേയ്സ്, ഇത്തരത്തിലുള്ള ആളുകൾ, മറ്റ് സെക്ഷുവൽ പ്രിഫറൻസ് ഉള്ള ആളുകൾ എല്ലാം കുറേയും കൂടി സമൂഹത്തിൽ വിസിബിളായി തുടങ്ങിയിരിക്കുന്നു മെല്ലെ. ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്.
അങ്ങനെയാണ് അവരിലേക്ക് എത്തുന്നത്. അല്ലാതെ ഒരു സിനിമയിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാം എന്നുള്ള ആഗ്രഹമല്ല, ഈ കഥ ഏറ്റവും നന്നായി എങ്ങനെ പറയാം എന്നുള്ളതായിരുന്നു ആഗ്രഹം. ഈ അഗ്നിസാക്ഷി നോവല് ശരിക്കും സിനിമയിലേക്ക് വന്ന് അത് സിനിമയാവുകയും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ശരിക്കും ശ്യാമപ്രസാദ് എന്ന് പറയുന്ന പേര് സിനിമയിൽ ഭയങ്കരമായിട്ട് വിസിബിൾ ആകുന്നത്. പക്ഷെ അതിന് മുമ്പൊരു കാലഘട്ടമുണ്ട്. ഇപ്പോൾ ജി ശങ്കരപ്പിള്ള സാറിൻ്റെ അടുത്ത് ഡ്രാമ സ്കൂളിൽ ഒരു കാലമുണ്ട്. ശരിക്കും എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, കെ സേതുമാധവൻ സാറിനെ കാണുമ്പോഴാണ് സിനിമ ഈ നാടകം പഠിച്ചതുപോലെ സിനിമ എന്തുകൊണ്ട് പഠിച്ചുകൂടാ എന്നുള്ള ചോദ്യം ചോദിക്കുന്നതും ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ സ്കോളർഷിപ്പ് കിട്ടിയിട്ട് UK പോകുന്നതും. അത് ശരിയാണോ? സിനിമയോടുള്ളൊരു ഭ്രമം, സിനിമ പഠിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ തുടക്കം മുതലേ ഉണ്ട്. ഞാൻ ഡ്രാമ സ്കൂളിൽ വരുന്നതിന് മുമ്പ് സിനിമ പഠിക്കാൻ ആഗ്രഹിച്ച ആളാണ്, അക്കാലത്തെ പല ചെറുപ്പക്കാരെയും പോലെ. പക്ഷെ അത് FTIയിലേക്കുള്ള ആപ്ലിക്കേഷൻ്റെ സമയമായി വരുന്നതേ ഉള്ളൂ. ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഈ ഡ്രാമ സ്കൂൾ എന്നുള്ള സംഭവം വരികയും എന്നാൽ കുറച്ചു കാലം അവിടെ ഒരു ഇടത്താവളമായിട്ട് പോകാമെന്ന് വിചാരിക്കുകയും ചെയ്തത്. അതിനോടുള്ളൊരു ഭ്രമം അത് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കണ്ടിട്ടുള്ള കുറേ സിനിമകളും എല്ലാം കൂടി ചേർന്നുണ്ടായതാണ്. സിനിമ എന്നുള്ള കലയോടുള്ള ഒരു അതിൻ്റെ സൗന്ദര്യാത്മകമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു എക്സ്പ്ലോറേഷൻ സ്കൂൾ ഓഫ് ഡ്രാമയുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിരുന്നു. ഫിലിം അപ്രിസിയേഷൻ കോഴ്സ് പറയും, ഇന്നൊക്കെ വളരെ പ്രചാരമുള്ള ആ കോഴ്സൊക്കെ അന്ന് റെയറായിട്ട് പൂനെയിൽ നിന്നുള്ള 2 എക്സ്പേർട്സിനെ കൊണ്ടുവന്ന് സാറ് പഠിപ്പിക്കുകയും പിന്നീട് ഫിലിം ട്രെയിനിങ് ഈ കോഴ്സിൻ്റെ ഭാഗമായി ഉണ്ടാവുകയൊക്കെ ചെയ്തു. അപ്പം ഡ്രാമ സ്കൂളിലെ ആ കോഴ്സൊക്കെ കൺസീവ് ചെയ്ത ആളുകൾക്ക് ഒരു 10-20 വർഷത്തിന് ശേഷം എന്തായിരിക്കും നമ്മളുടെ ഒരു ദൃശ്യമാധ്യമ ലോകത്തിലെ ഫ്ലൂയിഡായിട്ടുള്ളൊരു അവസ്ഥ എന്നുള്ളത് അവർക്ക് കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഡ്രാമ സ്കൂൾ തുടങ്ങിയ ശേഷം പിന്നെ എനിക്ക് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ തോന്നിയില്ല. ഐ ഫെൽറ്റ് വെരി മച്ച് അറ്റ് ഹോം. എനിക്ക് അങ്ങനെ ഒരു നാടക പ്രവർത്തന പാരമ്പര്യം വലുതായിട്ടൊന്നുമില്ല. കോളേജുകളിലൊക്കെ എല്ലാവരും ചെയ്യുന്ന പോലെയുള്ളൂ. മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ നാടകം എഴുതുകയും സംവിധാനം ചെയ്യുകയും പ്രൊഫഷണൽ ട്രൂപ്പുകളിൽ വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്ത ആളുകളുണ്ട്. പി ബാലേന്ദ്രനെ പോലെ, ജോസ് ചിറമ്മൽ പോലുള്ള ആളുകളെ പോലെ, അല്ലെങ്കിൽ സന്ധ്യ ഒ മാധവൻ്റെ കാളിദാസ കലാകേന്ദ്രത്തിൽ നിന്ന് വരുന്നു. വിന്ധ്യൻ എന്നുള്ള ആൾ തൃശ്ശൂർ നാടക പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ ഞാനൊരു എന്താ പറയുക, വളരെ ഒരു ന്യൂബി ആയിരുന്നു. പക്ഷേ കൂടുതൽ വായിക്കുകയും ശങ്കരപ്പിള്ള സാറേയും രാമാനുജം സാറേയൊക്കെ പോലുള്ള വ്യക്തികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു തെളിച്ചം, ഒരു ഭയങ്കര സർഗാത്മകമായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്കവിടെ ഫീൽ ചെയ്യാൻ പറ്റി. പിന്നെ എല്ലാ ദിവസവും നാടകവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ചെയ്യാം. ഒന്നുകിൽ ഒരു ടെക്സ്റ്റിനെ എങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നുള്ളതിൻ്റെ എക്സസൈസസ്, അല്ലെങ്കിൽ ഏതിലെങ്കിലും അഭിനയിക്കുക, അല്ലെങ്കിൽ സെറ്റ് കൺസ്ട്രക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലൈറ്റിംഗ് ഡിസൈൻ ചെയ്യുക. സോ എവറി ഡേ ഒരു ക്രിയേറ്റീവ് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ എങ്ങനെ നിന്ന് പോയി, സിനിമയ്ക്ക് പിന്നീട് പോയില്ല. 3 വർഷം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നിലവിലുള്ള ഒരു സോ കോൾഡ് പ്രൊഫഷണൽ നാടകവേദിയിൽ ഭാഗമാവണമെന്ന് എനിക്കൊരിക്കലും തോന്നിയിരുന്നു. വെച്ചാൽ നാടകം ഒരു ജീവിതമാക്കി മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് അന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഉപജീവനത്തിൻ്റെ കാര്യത്തിലൊക്കെ വന്നപ്പോഴാണ് ഈ ടെലിവിഷൻ, അന്ന് ദൂരദർശൻ വരുന്നു, ദൂരദർശനിൽ ജോയിൻ ചെയ്യുന്നു. ദൂരദർശൻ്റെ ആദ്യത്തെ ബാച്ചിൽ തന്നെ തിരുവനന്തപുരത്തെ ഇവിടുത്തെ കേന്ദ്രം ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഒരു പ്രോസസ്സിൽ ഇൻവോൾവായി. വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുറേ കൊളീഗ്സ് ഇവിടെ കിട്ടി. പിന്നെയാണ് എനിക്കൊരു സ്കോളർഷിപ്പ് കിട്ടുന്നത്, അത് മീഡിയ പഠിക്കാനായിട്ട്. അതിൽ എല്ലാം ഫിലിം, ടെലിവിഷനും തിയേറ്ററും കൂടി ചേർന്നിട്ടുള്ളൊരു അഡാപ്റ്റേഷൻസിനെ കുറിച്ചിട്ടുള്ളൊരു കോഴ്സായിരുന്നു അത്. അത് കോമൺവെൽത്ത് സ്കോളർഷിപ്പ് കിട്ടിയിട്ട് പോയി പഠിച്ചത്. എൻ്റെ ജോലി ബ്രേക്ക് ചെയ്തിട്ടാണ് ഞാൻ പോയിരിക്കുന്നത്. ആ കാലം ബ്രേക്ക് ചെയ്തിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. പിന്നെ ദൂരദർശനിലെ കുറച്ച് പണികളൊക്കെ ചെയ്തു. അങ്ങനെ സിനിമ എന്നോട് ചെയ്യാൻ പറ്റുമോ, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുള്ള ആൾക്കാർ വന്നു. അങ്ങനെ സിനിമയിലേക്ക്. ഈ സ്കൂൾ ഓഫ് ഡ്രാമ കാലഘട്ടമുണ്ട്. പി ബാലചന്ദ്രൻ സാറിനെ പോലെയുള്ള ഒരു സീനിയർ ആയിട്ടുള്ള, നിങ്ങൾക്ക് സംവദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സീനിയർ, ഇപ്പോൾ രഞ്ജിത്തിനെ പോലെയുള്ള കൊളീഗ്, മുരളി ചേട്ടൻ, അതേപോലെ രമേശ് ചേട്ടൻ, പിന്നെ VKP, ഇങ്ങനെ ഒരുപാട് പേര് കൂടെ, സന്ധ്യ മാം ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള നിങ്ങളുടെ ഒരു കാലം, അവരെല്ലാവരും പിന്നീട് ലൈം ലൈറ്റിലേക്ക് വരുന്ന, എക്സ്പോഷർ കിട്ടുന്ന ആൾക്കാരായി മാറിയിട്ടുണ്ട്. അന്ന് നിങ്ങൾക്കിത് ഒരു പക്ഷേ അറിയില്ലായിരിക്കും, പക്ഷേ നിങ്ങൾ പിന്നെയും സൗഹൃദം തുടരുകയും ഇപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അന്ന് നിങ്ങൾ ചർച്ച ചെയ്തിരുന്ന പല വിഷയങ്ങളുണ്ടാവും. ഇന്നത് അതിന് പ്രോഗ്രസ്സും അത് എവിടെ എത്തി നിൽക്കുന്നതൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടാവും. ആ സൗഹൃദത്തിൻ്റെ കാലഘട്ടവും ഇന്ന് വരെ തുടരുന്ന ആ സൗഹൃദത്തെക്കുറിച്ചുകൂടെ പറയാം. വലിയൊരു
ഒരു ചാപ്റ്ററാണത്. കുറേയൊക്കെ പറയാം. ഈ പറഞ്ഞ പോലെ ഞാനൊരു താരതമ്യേന ജൂനിയർ ആയിരുന്നു. ബാലേട്ടൻ എൻ്റെ റൂംമേറ്റ് ആയിരുന്നു ഹോസ്റ്റലിൽ. വളരെ അടുത്ത ആളാണ് ബാലേട്ടന്. ഒരു പകുതി ടീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഒന്ന് MA B.Ed ഒക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുക. ശങ്കരപ്പിള്ള സാറുടെ ഒരു നാടക പ്രവർത്തനം, നാടക കളരിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. പലപ്പോഴും നാടക വർക്ക്ഷോപ്പുകളിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന ആളാണ്. എഴുത്തുകാരനാണ്. അതൊക്കെ കൊണ്ടൊരു പകുതി അധ്യാപകനായിരുന്നു ബാലേട്ടൻ. അപ്പോൾ ബാലേട്ടനെ ഞങ്ങളെല്ലാവരും ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ കൂടിയാണ് കണ്ടിട്ടുള്ളത്. സർഗാത്മകമായിട്ടുള്ള സംവാദങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ജോസ് ചിറമ്മൽ എന്നൊരു വ്യക്തി, വളരെ പ്രതിഭാധനായിട്ട് അദ്ദേഹം മരിച്ചുപോയി, ഒരു സംവിധായകനായിരുന്നു തൃശ്ശൂരിൽ. അന്ന് നാടകവേദി ആയിരുന്നല്ലോ ഒരു സർഗാത്മകതയുടെ ഒരു വൺ ഓഫ് ദ മെയിൻ വിൻഡോ. സിനിമയെപ്പോലും മിക്ക ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റില്ല. പിന്നെ ടെലിവിഷനോ അല്ലെങ്കിൽ ഇന്നത്തെ ഇൻ്റർനെറ്റോ പോലുള്ള ഒരാൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേറെ വേദികളില്ല. നാടകവേദിയായിരുന്നു ഒരു പ്രധാന മാധ്യമം. അമച്വർ നാടക പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കാലം. അപ്പോൾ ഡ്രാമ സ്കൂളിൽ പിന്നീട് എൻ്റെ ജൂനിയറായിട്ടാണ് VKP വരുന്നത് ഒരു വർഷം, മുരളി മേനോൻ വരുന്നത്, പിന്നീട് രമേശ് വരുന്നു, രഞ്ജിത്ത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് വരുന്നത് തോന്നുന്നു. പക്ഷേ ഞങ്ങളെല്ലാവരും ഈ കോഴ്സ് കഴിഞ്ഞാലും അവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രമേശൻ്റെ നാടകങ്ങളിലും രഞ്ജിത്ത് അഭിനയിക്കുന്ന നാടകങ്ങളിലും ഒക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. ഞാൻ പലപ്പോഴും മ്യൂസിക് അവർക്ക് ചെയ്തു കൊടുക്കുന്ന ആളായിരുന്നു. എന്നുവെച്ചാൽ ചെയ്തു കൊടുക്കുക എന്ന് വെച്ചാൽ അന്ന് എവിടെന്നെങ്കിലുമൊക്കെ മ്യൂസിക്കിൻ്റെ കറക്റ്റ് ബിറ്റ് കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി സപ്ലൈ ചെയ്യുക, അത് കണ്ടെത്തുക, അതിൻ്റെ ശേഖരം സ്വയം കീപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പരിപാടിയായിരുന്നു അധികം. യൂണിവേഴ്സിറ്റികളിൽ സംവിധാനം ചെയ്യാൻ പോകും. ഈ അഗ്രികൾച്ചറൽ കോളേജ്, അതുപോലെ വെറ്ററിനറി കോളേജ് മത്സരങ്ങൾ ഞങ്ങളൊക്കെ ആയിരിക്കും. ഒരു നാടകം ഞാനായിരിക്കും ഡയറക്റ്റ് ചെയ്യുന്നത്, ബാലേട്ടൻ വേറൊന്നുണ്ടാവും, ജോസിൻ്റെ വേറൊന്നുണ്ടാവും, ദിലീപ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴിക്കോട്ടുകാരനായിട്ടുള്ളൊരു സംവിധായകൻ അയാളുടെ ഉണ്ടാവും. വെരി വെരി എക്സൈറ്റിംഗ് ടൈം. ഒരുപാട് വായിക്കാൻ പറ്റി. ശങ്കരപ്പിള്ള സാറുടെ ഒരു പഠന രീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു നാടകവേദിയുടെ വളർച്ച, പ്രത്യേകിച്ചും യൂറോപ്യൻ നാടകവേദിയുടെയൊക്കെ വളർച്ച എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, എങ്ങനെയാണ് ആ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ എങ്ങനെയാണ് നാടകവേദിയുടെ വളർച്ചയ്ക്ക് വഴിവെച്ചതെന്നുള്ള. ഉദാഹരണത്തിന് ലോകമഹായുദ്ധങ്ങൾ 1ഉം 2ഉം എങ്ങനെയാണ് യൂറോപ്യൻ ആർട്ടിനെ ഒരു പരിവർത്തനം ഉണ്ടാക്കിയതെന്ന് പോലുള്ള അത്തരത്തിലുള്ള ക്ലാസ്സുകൾ, അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ അതൊക്കെ ഇന്നും മനസ്സിലാക്കുന്നുണ്ട്. പല ഇസംസ് എങ്ങനെയാണ് യൂറോപ്പിൽ ഉണ്ടായത്, എങ്ങനെയാണ് എക്സ്പ്രഷനിസം ഉണ്ടായത്, അബ്സേർഡിസം എന്നുള്ള തിയേറ്റർ ഓഫ് ദി അബ്സേർഡ് എങ്ങനെ ഉണ്ടായി, അതിനുശേഷമുള്ള മൂവ്മെൻറ്റ്സ് എന്തായിരുന്നു. സോ നമുക്ക് ഒരു കലയുടെ കോർ, അതിനെ പ്രവർത്തിപ്പിക്കുന്ന ഘടകമേത്, ഈ ശൈലീ പരിണാമങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നത്, അതൊക്കെ ഒരു ഭയങ്കര ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയിരുന്നു. ഓൾമോസ്റ്റ് പ്രധാനപ്പെട്ട എല്ലാ യൂറോപ്യൻ അല്ലെങ്കിൽ അമേരിക്കൻ നാടകങ്ങളും ഇന്ത്യൻ നാടകങ്ങളും ആ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നാടകകൃത്തുക്കളിലെല്ലാം വായിക്കാനും പലതും അവതരിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായ ഒരു വേൾഡാണ് എന്നെ പിന്നീട് സിനിമയിൽ വലിയൊരു ഊർജ്ജമായത്. ഇത്തരത്തിലുള്ളൊരു ഇൻ്റലക്ച്വൽ എന്ന് മാത്രം വിളിക്കാൻ പറ്റില്ല, ആ വാക്കല്ല എൻ്റെ ശരി. പക്ഷേ ബൗദ്ധികമായൊരു ശക്തി അതിന് ആവശ്യമുണ്ട്, ഒരു സംവിധായകന് പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു. ഈ സംവിധായകൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് പ്രൊഡ്യൂസർ. ഇന്ന് പ്രൊഡ്യൂസർ എന്ന് പറയുന്ന വാക്കല്ല ശരിക്കും ശ്യാം സാറിൻ്റെ മനസ്സിലുള്ളത്. ഇപ്പോൾ വിന്ധ്യനെ കുറിച്ച് ഓർക്കുമ്പോഴും ഇപ്പോൾ രഞ്ജിത്ത് സാറിനെ സഹായിച്ച അലക്സ് കടവിൽ എന്ന് പറയുന്ന സുഹൃത്തു കൂടിയാണ്. അപ്പം ഈ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന വാക്കെന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല ശരിക്കും ഉപയോഗിക്കേണ്ടത്. ഈ ക്രിയാത്മകമായി തന്നെ ഇതിനകത്ത് ഇടപെടുന്ന, ഇപ്പോൾ ആ പ്രൊഡക്ഷന് പങ്കെടുക്കുന്ന ഒരാളാണ്, ഒരു ക്രിയേറ്റീവ് പേഴ്സൺ ആണ് സത്യത്തിൽ. ഒരു വിന്ധ്യനെ പോലെ ഒരു പ്രൊഡ്യൂസറെ കിട്ടുന്ന സമയത്ത് ഇപ്പോൾ ഒരേ കടലും ഇലക്ട്രയും ഒക്കെ ഉണ്ടാവുന്നത് അത്തരത്തിലുള്ളൊരു വർത്തമാനത്തിൻ്റെ കൂടെ ഭാഗമാണ്. അത് ഒരുപക്ഷെ ഒരു സാറിൻ്റെ ഒരു കലാകാരൻ എന്നുള്ള രീതിയിലുള്ള എക്സിസ്റ്റൻസിനെ ഇല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യാതെ നിൽക്കാൻ പറ്റുന്ന, ഇല്ലെങ്കിൽ ആ കൃത്യതയോടുകൂടി സാറിനൊരു കലയെ അവതരിപ്പിക്കാൻ കഴിയുന്നതിൽ വിന്ധ്യൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസറോ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രൊഡ്യൂസേഴ്സ് സഹായിച്ചിട്ടില്ല. അത് വലിയൊരു കാര്യമല്ലേ നമ്മൾ സംസാരിക്കേണ്ട? വളരെയധികം പ്രത്യേകിച്ച് വിന്ധ്യനെ ഞാൻ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ഒരു ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർ എന്നുള്ള ആൾ പണമിറക്കുന്ന ആളായിട്ടാണ് ഇവിടെ ചുരുക്കപ്പെടുന്നത്. പ്രൊഡ്യൂസർ എന്നുള്ള ആൾ രജനീഷ് പറഞ്ഞ പോലെ തന്നെ ഒരു ക്രിയാത്മകമായിട്ടുള്ള വലിയ പങ്കുണ്ട്. പ്രൊഡ്യൂസർ ഈസ് സംബഡി ഹു ആക്ച്വലി കണ്ടക്ട്സ് ദ ഹോൾ പ്രോഗ്രാം. ശരിക്കും ഇന്നൊക്കെ ദൂരദർശനിലെ ഒരു പ്രോഗ്രാം ഡയറക്റ്റ് ചെയ്യുന്ന ആളുടെ പേര് പ്രൊഡ്യൂസർ എന്ന് വരുന്നത്
BBC-യിലൊക്കെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഹീ ഈസ് ദി ഡയറക്ടർ എന്നുള്ള അർത്ഥത്തിലാണ്. അത്രയും വലിയ ചുമതലയുണ്ട്. അദ്ദേഹമാണ് ആ പ്രോജക്റ്റ് കൺസീവ് ചെയ്യുന്നത്. സാർ BBC-യിൽ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. ആ പ്രൊഡ്യൂസറാണ് ഇത് കൺസീവ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ളൊരു സിനിമ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സീരീസ് നമുക്ക് ചെയ്യാം, അതിനകത്തത് ഇന്ന ആളെ കൊണ്ട് എഴുതിച്ചാൽ നന്നായിരിക്കും, ഇല്ലെങ്കിൽ ഇന്ന മെറ്റീരിയൽ ഞാൻ വായിച്ചു, അതിനെ നമുക്ക് സിനിമയാക്കിയാൽ നന്നായിരിക്കും. അപ്പോൾ ഹീ ഹയേഴ്സ് ദ ഡയറക്ടർ, ഹീ ഹയേഴ്സ് ദി ആക്ടേഴ്സ് ആൻഡ് ഓൾ ദാറ്റ്. സോ അദ്ദേഹമാണ് അതിന് ശരിക്കുള്ള സൂത്രധാരൻ എന്ന് വേണമെങ്കിൽ പറയാം. ചരട് വലിക്കുന്ന ആൾ ശരിക്കായാണ്. പക്ഷേ കാലക്രമേണ നിർഭാഗ്യവശാൽ ഇത് വെറുതെ പണം തരുന്ന ഒരാൾ, അയാൾക്ക് അതിനകത്ത് യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ല എന്നുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. പക്ഷേ ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു കുറേയും കൂടി ഇതിനകത്ത് ഒരു നിർണായകമായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ളൊരു സാന്നിധ്യം അറിയിക്കുന്ന കുറേ പ്രൊഡ്യൂസേഴ്സെങ്കിലും വന്നിട്ടുണ്ട്, പ്രൊഡക്ഷൻ ഹൗസുകളെങ്കിലും വന്നിട്ടുണ്ട്. അത് പലപ്പോഴും നടന്മാരാൽ നയിക്കപ്പെടുന്ന പ്രൊഡക്ഷൻ ഹൗസസാണ്. കാരണം അവർക്കതിലൊരു ക്രിയേറ്റീവ് ഇൻട്രസ്റ്റ് കൂടിയുണ്ട്. അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്, അത് വേറെ കാര്യം. എന്നാലും അതിനകത്തൊരു പ്യുവർലി ഒരു മണി മാനേജ്മെൻറ്റ് മാത്രമല്ല, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് തിരിച്ചെടുക്കുന്ന പരിപാടി മാത്രമല്ലെന്നും അവർക്ക് സർഗാത്മകമായിട്ടുള്ളൊരു കൺട്രോളുള്ളൊരു മേഖലയിലേക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് പ്രൊഡ്യൂസേഴ്സ് മാറുന്നുണ്ട് ഈ അടുത്ത കാലത്ത്, 20 വർഷമായിട്ട്, വിച്ച് ഈസ് വെൽക്കം. അപ്പോൾ അത്തരത്തിലുള്ള കൂടുതൽ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവട്ടെ. ഈ പ്രോഡക്റ്റ് ശ്രദ്ധേയമാവുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അത് കമേഴ്ഷ്യൽ ആർട്ട്, മിഡിൽ ഓഫ് ദ റോഡ്, എന്ത് പേരിട്ട് വിളിച്ചാലും നമ്മൾ ഏത് തരത്തിലുള്ള ഒരു റിസൾട്ടാണോ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാവുക, ക്രിയാത്മകമായും മറ്റ് ധനപരമായും ഒക്കെ ഉള്ള അത് ഒരുക്കുക എന്നുള്ളതാണ് പ്രൊഡ്യൂസറുടെ ഒരു ഇത്. കോംപ്രമൈസ് ചെയ്യാതെ എന്ന് രജനീഷ് പറഞ്ഞത് വളരെ ഉദാരമായി പറഞ്ഞതാണ്. അങ്ങനെ കോംപ്രമൈസ് ചെയ്യാത്ത ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും അധികം സാമ്പത്തിക ശക്തിയുള്ള ആൾക്കാർ പോലും ഇപ്പോൾ യു മൈറ്റ് ഹവ് വാച്ച്ഡ് നമ്മുടെ രാജമൗലി ബാഹുബലി ഉണ്ടാക്കിയതിനെ കുറിച്ച് നെറ്റ്ഫ്ലിക്സിലൊരു ഡോക്യുമെൻ്ററി ഉണ്ട്. അതിൽ അയാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. എന്തുമാത്രം എക്കണോമിക് ക്രഞ്ച്, ഫിനാൻഷ്യൽ ക്രഞ്ച് ഉണ്ടായിട്ടാണ് ആ സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതെന്നുള്ളത്. പല രീതിയിലുള്ള അനിശ്ചിതത്വങ്ങൾ, പല ഐഡിയാസ് മാറുന്നത്. സോ ഏറ്റവും റിച്ച് ആയിട്ടുള്ളൊരു പ്രൊഡക്ഷന് പോലും അതെല്ലാം സംഭവിക്കും. കാരണം സ്വാഭാവികമായും ഒരുപാട് ഫാക്ടേഴ്സിനെ കോർഡിനേറ്റ് ചെയ്തിട്ടാണല്ലോ സിനിമ ഉണ്ടാവുന്നത്. സിനിമ ഒരു എഴുത്തുകാരനൊരു പേപ്പറിൽ എഴുതുന്ന പോലുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രോസസ്സല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ഘടകങ്ങൾ അണിനിരത്തുമ്പോൾ ചിലത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഉണ്ടാവും, ചിലത് അങ്ങനെ അല്ലാതെ ഉണ്ടാവും. ഏതിൽ കോംപ്രമൈസ് ചെയ്യണം എന്നുള്ളതാണ് സംവിധായകൻ്റെ ബുദ്ധിപരമായ തീരുമാനം ഉണ്ടാവുന്നത്. ഏത് കാര്യത്തിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യണം, ഏത് കാര്യത്തിൽ നോ മാറ്റർ വാട്ട് കോംപ്രമൈസ് ഞാൻ ചെയ്യില്ല എന്നുള്ള തീരുമാനമാണ് ഏറ്റവും പ്രധാനം. അതൊരു ഉചിതജ്ഞതയോടുകൂടിയിട്ട് അത് തീരുമാനിക്കണം. ഇപ്പോൾ മനസ്സിൽ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഷോർട്ടിലെ ഡീറ്റെയിലിങ്ങിൽ വളരെ പെർഫെക്ഷൻ ഉണ്ടായിട്ട് എന്താ കാര്യമുള്ളത്? അൾട്ടിമേറ്റ്ലി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ സത്യസന്ധതയിൽ, അതിൻ്റെ നേർമയിലാണ് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്തത്. ദ റെസ്റ്റ് ആർ ഒബ്വിയസ്ലി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, ബിക്കോസ് ഇറ്റ്സ് എ ഹ്യൂമൻ എഫേർട്ട് ആൻഡ് ഇറ്റ്സ് എ കമ്പൈൻഡ് ഹ്യൂമൻ എഫേർട്ട് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ. അപ്പം അതെന്തായാലും ഉണ്ടാവും. പക്ഷേ സാർ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞത്, ചെറുപ്പക്കാരോട് പറഞ്ഞത്, അങ്ങനെ കോംപ്രമൈസ് ചെയ്ത് ഇത് പൊല്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ഈ കോംപ്രമൈസ് ഉള്ള വാക്കല്ലേ ഉദ്ദേശിച്ചത്? നിങ്ങൾ വിശ്വസിക്കാത്തൊരു പ്രോജക്റ്റ് ചെയ്തിട്ട് അതൊരു മോശം സിനിമയാണെന്നും ഞാൻ ഉദ്ദേശിക്കുന്ന സിനിമ ഇതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് ചെയ്ത് എനിക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള ധാരണ ഒരു പക്ഷേ അബദ്ധമാവും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കോംപ്രമൈസ് ഉള്ള വാക്ക് വളരെ എന്താ പറയുക, ഒരു ഈ പെർഫെക്ഷനിസം എന്നൊക്കെ പറയുന്നത് ഒരു ആലങ്കാരികമായ പദം മാത്രമാണ്. അതിനെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ചൊരു സിനിമ പോലുള്ളൊരു ഗ്രൂപ്പ് ആർട്ടിൽ അതങ്ങനെ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ വിന്ധ്യനെ പോലൊരു പ്രൊഡ്യൂസർ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇലക്ട്രയിൽ നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ മനീഷ കൊയ്രാളെ കൊണ്ടുവരിക, പ്രകാശ് രാജിനെ കൊണ്ടുവരിക, ഇത് ഭയങ്കര ടാസ്ക്കാണ് മലയാള സിനിമയെ. അത് മറികടക്കുന്ന ഒരു പക്ഷേ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണോ, ഇല്ലെങ്കിൽ സാറിനെ വിശ്വാസത്തിലെടുക്കുന്നത് എങ്ങനെയാണത്? വിന്ധ്യനും ഞാനും പറഞ്ഞ പോലെ ഒരേ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചതിൻ്റെ ആൾക്കാർ, വളരെയധികം അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ്. പക്ഷേ വിന്ധ്യൻ തന്നെ എന്നോട് പറഞ്ഞതാണ്, എൻ്റെ അകലെ കാണുന്നത് വരെ നിന്നെ കൊണ്ടൊരു സിനിമ ഞാൻ ചെയ്യിക്കണം എന്ന് വിചാരിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത്. അതിനു മുമ്പ് അദ്ദേഹം വേറെ കുറേ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്.
അകലെ എനിക്ക് തോന്നുന്നു ടെലിവിഷനിൽ അകലെ റിലീസ് ചെയ്തപ്പോഴൊന്നും പുള്ളി കണ്ടിട്ടില്ല. കുറേ വർഷങ്ങൾക്ക് ശേഷം ടെലിവിഷനിൽ കണ്ടപ്പോൾ അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ഇമോഷണലി അത് എഫക്റ്റ് ചെയ്തു. അപ്പോഴെന്നെ വിളിച്ചത്, നീ എനിക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം പൊതുവെയുള്ളൊരു ധാരണ ഞാൻ വേറെ ഏതൊരു ടൈപ്പിലുള്ളൊരു ഫിലിം മേക്കറാണെന്ന് ഇന്ത്യൻ വിചാരിച്ചിട്ടുണ്ടാവും. മറ്റ് നേരത്തെയുള്ള സിനിമകൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ടെലിവിഷനിലുള്ള വർക്കുകളൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. സോ അതിനുശേഷം പിന്നീട് ഞാൻ എന്ത് പറഞ്ഞാലും അത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് വിന്ധ്യന് ബോധ്യമുള്ള പോലെയാണ് ഞങ്ങൾ തമ്മിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അത് ഐ റിയലി മിസ് ഹിം ഇൻ ദാറ്റ്. ഈ വായിച്ച് പഠിക്കുന്ന ഇപ്പം ഈഡിപ്പസ് കോംപ്ലക്സിനെ കുറിച്ച് നമ്മളൊരു കാലഘട്ടത്തിൽ വായിക്കും പോലെ ഇലക്ട്ര കോംപ്ലക്സിനെ കുറിച്ച് വായിക്കുക. ഈ വായിക്കുന്ന ചില സാധനങ്ങളെയൊക്കെ നമുക്ക് സിനിമാറ്റിക്കായിട്ട് കൊണ്ടുവന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ജോലിയാണ്. ഇതൊരു ഭയങ്കര എക്സസൈസാണ്. പക്ഷേ ഒരുപക്ഷെ അത് ചലഞ്ച് ഏറ്റെടുക്കുന്നവരെ നമ്മൾ ക്രിയേറ്റീവായി കാണുന്നുണ്ട്. ചിലർ ഭയങ്കര സൗന്ദര്യാത്മകമായ കാര്യങ്ങൾ മാത്രം എഴുതിയിട്ട് സേഫായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ചില എഴുത്തുകാർ തന്നെ ചില ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ എഴുത്തിനെ കാണുന്നത്. പക്ഷെ ചിലരെന്ന് പറഞ്ഞാൽ സൗന്ദര്യമുള്ള ചില കാര്യങ്ങളൊക്കെ ഒരു സുന്ദരിയായ പെണ്ണ് നടന്നു വരുന്നു എന്നൊക്കെ എഴുതിയിട്ട് ആൾക്കാരെ കൊതിപ്പിച്ചുകൊണ്ട് ആ കാര്യം കൈകാര്യം ചെയ്യും. ഈ ബുദ്ധിമുട്ടുള്ള കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ലഹരിയാണോ, അതേ ഒരു ആശയത്തെ അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മതിയാവും എന്നുള്ളിടത്താണ് സാർ ഇത്തരം കഥകൾ സെലക്ട് ചെയ്യുന്നത്? അല്ല, ബുദ്ധിമുട്ട് എന്നുള്ള വാക്ക് അതിൽ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഒന്നും പ്രേരണ ഒരു ബുദ്ധിമുട്ടുന്നതിനെ കുറിച്ചുള്ള ചിന്തകളൊന്നും ആയിരുന്നില്ല. പൊതുവേ ഞാൻ കുറച്ച് മടിയനാണ്, അതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നിയിരുന്നെങ്കിൽ ഞാനത് ചെയ്തില്ലായിരുന്നു തോന്നുന്നു. പക്ഷേ അടിസ്ഥാനപരമായി ഇത് വായിച്ചിട്ടും നാടകങ്ങൾ കണ്ടിട്ടും മറ്റ് സിനിമകൾ കണ്ടിട്ടുമൊക്കെ എക്സൈറ്റഡ് ആയിട്ട് പ്രമേയത്തിൻ്റെ ഒരു ശക്തിയിലൊക്കെ മതിമറന്നിട്ടുമൊക്കെയാണ് ഞാനിതിലേക്കൊക്കെ എത്തിച്ചേരുന്നത്. ഇലക്ട്ര പ്രത്യേകിച്ചും, കാരണം അത് വളരെ എന്താ പറയുക, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റോറിയാണത്. ഒന്ന് ആ ഒരു ഗ്രീക്ക് മിത്തിനെ ഒരു കേരളത്തിൻ്റെ ഒരു പരിസ്ഥിതിയിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ്. പക്ഷേ ഇതൊക്കെ മഹാന്മാരായിട്ടുള്ള എഴുത്തുകാരും നാടകപ്രവർത്തകരും സിനിമാ സംവിധായകരും ഒക്കെ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളാണ്. സോ അതൊക്കെ അവരെനിക്ക് വലിയ ഗൈഡിങ് ലൈറ്റ്സ് ആണ്. ഇപ്പോൾ യുജീൻ ഒനീൽ എന്നുള്ള അമേരിക്കൻ നാടകകൃത്ത് ഇലക്ട്ര സ്റ്റോറിയായി ബന്ധപ്പെട്ടിട്ട് മോർണിംഗ് ബിക്കംസ് ഇലക്ട്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രിലജി ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു വളരെ ഒരു സ്ട്രക്ചറലായിട്ട് എന്നെ ഗൈഡ് ചെയ്തിട്ടുള്ളൊരു ഇതാണ്. പിന്നെ ഗ്രീക്ക് നാടകങ്ങൾ, സോഫോക്ലസിൻ്റെയും എസ്കിലസിൻ്റെയും ഈ മിത്തിനെ ബേസ് ചെയ്തിട്ടുള്ള നാടകങ്ങൾ, അങ്ങനെ പലതും സ്വാധീനിച്ചിട്ടാണ് എഴുതുന്നത്. സോ ഇറ്റ് ഈസ് പോസിബിൾ. എന്നെ ഇൻസ്പയർ ചെയ്യാനുള്ള ആളുകളും കൂടെ ഉണ്ടായിരുന്നു. ഈ നാടക സമയത്തൊക്കെ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ള, ഗൈഡ് ചെയ്തിട്ടുള്ള നല്ല വായനക്കാർ കൂടിയായിട്ടുള്ള ഒരു വിജയൻ കനകത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പാലക്കാട്ടുള്ള എൻ്റെ ഒരു ജ്യേഷ്ഠ സുഹൃത്ത്, അദ്ദേഹം ഇതിനൊരു ട്രാൻസ്ലേഷൻ മോർണിംഗ് ബിക്കംസ് ഇലക്ട്രിക് ഉണ്ടാക്കി. സിനിമയിൽ നിന്ന് വളരെ വളരെ വ്യത്യാസമുണ്ടത്. പക്ഷേ ദീസ് ആർ ഓൾ ഗൈഡ്സ് ടു മീ. അങ്ങനെ പോയാൽ ഇവിടെ എത്തും, ഇങ്ങനെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. ഐ നോ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഈസി, പക്ഷെ അത് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് നേരത്തെ തോന്നിയിട്ടില്ല. സാർ നാടകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇബ്സന്റെ ഗോസ്റ്റ് എന്ന് പറയുന്ന നാടകത്തെ സിനിമയാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പത്മരാജൻ ശരിക്കും ജയറാമേട്ടനെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, അപരനിൽ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തിരുന്നു എന്നൊരു വാർത്ത ഞാൻ കേട്ടു. ശരിക്കും ശരിയാണ്? ഞാനും രഞ്ജിത്തായിരുന്നു അത് എഴുതാൻ ചെയ്ത്. സന്തോഷ് ശിവൻ അതിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്നുവെച്ചാൽ സന്തോഷ് ശിവൻ ക്യാമറ ചെയ്യുന്നൊരു ഫിലിമിൽ അലക്സ് കടവിലാണ്. അപ്പോൾ അലക്സ് കടവിലിൻ്റെ ഒരു ഓർഗനൈസേഷനിൽ ഞങ്ങൾ എവിടെയോ ഇടുക്കിയിലോ മൂന്നാറിലോ എവിടെയൊക്കെ പോയിരുന്ന് ഇത് മുഴുവൻ എഴുതി, തിരക്കഥയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാസ്റ്റ് ചെയ്യാനുള്ളത് ആൾക്കാരെ ഇതിൽ അന്ന് ജയറാമിനേക്കാളും രസകരമായിട്ടുള്ള മറ്റൊരു ഇൻസിഡൻ്റ് ഉണ്ട്. അന്ന് സന്തോഷ് ശിവൻ ഒരുപാട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സിനിമകൾ ബോംബെ ബേസ്ഡ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ എക്സ്പെരിമെൻ്റൽ ഫിലിംസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ, വീട്ടിൽ തന്നെ ക്യാമറയൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ സിനിമകൾ പെട്ടെന്ന് എടുക്കുന്നത്. അപ്പോൾ റാഖ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തിരുന്നു. അതൊന്നും അദ്ദേഹം ആരും കണ്ടിട്ടില്ല. അപ്പോൾ അതിലൊരു സന്തോഷിനോട് പറഞ്ഞു, ഇങ്ങനൊരു ആളുണ്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടൊരു ഒരു കുറച്ച് മെലിഞ്ഞ, കുറച്ച് ഷോർട്ടായിട്ടുള്ള ഒരാളുടെ ഇത് നമുക്ക് വേണേൽ ഇയാളെ കാസ്റ്റ് ചെയ്യാം. ആരായിരുന്നു അറിയോ വ്യക്തി? പിന്നീട് ആമിർ ഖാൻ ആയി മാറിയ മനുഷ്യനാണത്. പിന്നെ എന്തായാലും ഈ പറഞ്ഞ ഇല്ല
പിന്നീടൊന്നും നടന്നില്ല. കാരണം ഇതൊക്കെ എല്ലാവരുടെയും വലിയ മോഹങ്ങളൊക്കെയാണ്. അത്രയേ ഉള്ളൂ വലിയ. എന്നിട്ട് ജയറാമേട്ടൻ്റെ കാര്യത്തിൽ കാസ്റ്റിംഗ് നടന്നോ? ജയറാമിനെ ആദ്യം ഞാൻ ദൂരദർശനുള്ള സമയത്താണ് ആദ്യത്തെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ടെലിവിഷൻ പ്രോഗ്രാം, അത് ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അതിനുശേഷം ജയറാമൻ ഒരു ഇതിലുണ്ടായിരുന്നു, വൺ ഓഫ് ദ പേഴ്സൺസ് ഹും വി കുഡ് കാസ്റ്റ്. പക്ഷെ അന്ന് ജയറാം ഒന്നും ആയിട്ടില്ല. പക്ഷെ ഈ പ്രോഗ്രാമാണ് എനിക്ക് തോന്നുന്നു പത്മരാജൻ കാണുകയും ടെലിവിഷനിൽ വന്ന് അതോ അദ്ദേഹത്തിൻ്റെ വൈഫ് അത് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തത്. അങ്ങനെ ഒരുപാട് നടക്കാത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യാദൃച്ഛികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ. മാധവിക്കുട്ടിയുടെ നീർമാതളം പൂത്ത കാലം സിനിമയാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അതെ അതെ. പിന്നീട് ആ പ്രൊജക്റ്റ് നിന്നുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ ഖസാക്കിൻ്റെ ഇതിഹാസം സാറ് കുറേ ഫോളോ ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് രണ്ടും മലയാളിയുടെ വായനയെ സ്വാധീനിച്ച രണ്ട് കൃതികളാണ്. രണ്ട് തരത്തിൽ അതിനെ വായിക്കേണ്ടി വരും. ഒന്ന് എല്ലാവരെയും സ്വാധീനിക്കുന്ന ഒന്നും, മറ്റത് ഇൻ്റലക്ച്വലായിട്ട് നമ്മൾ കൊണ്ടാടിയ ഒരു നോവലുമായിരുന്നു ഖസാക്കിൻ്റെ ഇതിഹാസം. അത് എന്താണ് നിന്നുപോയത്, എവിടേക്കാണ് അത്? നിന്നുപോയ പ്രോജക്റ്റുകൾ ഒരുപാടുണ്ട്. പറയുകയാണെങ്കിൽ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് അതിൽ വേണ്ടി വരും. അങ്ങനെ കുറേ ഉണ്ട്, പല 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 സ്റ്റേജസിൽ. ഇത് രണ്ടിനും തിരക്കഥ ഞാൻ എഴുതിയതാണ്. ഈ പറഞ്ഞ പോലെ ഗോസ്റ്റിനെ, ഇബ്സൻ്റെ ഗോസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള തിരക്കഥ, അങ്ങനെ പല പലതും ചെയ്തിട്ടുണ്ട്. വേണ്ടത്ര ഒരു പ്രൊഡക്ഷൻ സപ്പോർട്ട് ഇല്ലായിരുന്നുകൊണ്ടാണ് ഇതൊക്കെ നിന്ന് പോയത്. കറക്റ്റ് ഇത് മനസ്സിലാക്കുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതെല്ലാം മുമ്പോട്ട് പോയേനെ, കംപ്ലീഷനായേനെ. നിർമാതളം പൂത്ത കാലം NFDC ആയിരുന്നു അത് ചെയ്യേണ്ടിയിരുന്നു. അന്നത്തെ ഗവൺമെൻറ് റെഡ് ടേപ്പീസോ കൊണ്ട് അത് കുറേ വൈകുകയും നടക്കാതിരിക്കുകയും ചെയ്തു. പിന്നെ ഞാനത് ഉപേക്ഷിച്ചു. ഖസാക്കിൻ്റെ ഇതിഹാസം അതിൻ്റെ അവകാശത്തെ സംബന്ധിക്കുന്നൊരു തർക്കം ഞാനും ശ്രീ വിജയൻ, അപ്പോഴേക്കും ശ്രീ വിജയൻ മരിച്ചു, തെരേസ വിജയനും മരിച്ചു കഴിഞ്ഞു. ഒരു തർക്കമുണ്ടായി. അതൊരു വ്യവഹാരത്തിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥയിൽ വന്നപ്പോൾ പിന്നെ ഞാനത്, കാരണം വ്യവഹാരം എത്ര കാലം വേണേലും നീണ്ടുപോകാം. ഇപ്പം നമ്മൾ സിനിമ ഉണ്ടാക്കുന്ന നമ്മളുടെ ഒരു എന്തൂസിയാസവും അതിന് പിന്നിലുള്ള സപ്പോർട്ടും ഒക്കെ അത്രയും കാലം നിലനിൽക്കണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഉപേക്ഷിച്ചു. സാർ ദൂരദർശനിലുള്ളപ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് ചെയ്യുന്ന സമയത്ത് ഞാനൊക്കെ അന്ന് വായനയുടെ ഭാഗമായിട്ട് ഇപ്പോൾ തോപ്പിൽ ഫാസിയുടെ ഒളിവിൽ ഓർമ്മകൾ, അമ്മ, പിന്നെ മുൻപേ വളർക്കുന്ന പക്ഷികൾ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് സാഹിത്യമൊക്കെ വായിച്ചിട്ട് ഭയങ്കരമായിട്ട് വിപ്ലവം സാധ്യമാവും, ഇല്ലെങ്കിൽ വിപ്ലവത്തെക്കുറിച്ചുള്ള വർത്തമാനമൊക്കെ നടത്തുന്ന ഒരു കാലമായിരുന്നു. ഉയർത്തെഴുന്നേൽപ്പ് കാണുമ്പോൾ അതൊരു തോട്ട് പ്രൊവോക്കിംഗ് ആയിരുന്നു. ഉയർത്തെഴുന്നേൽപ്പ് യഥാർത്ഥത്തിൽ ഉള്ള അവസ്ഥകൾ എന്താണ്, ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത്, ഇതിൻ്റെ എക്സിക്യൂഷൻ പാർട്ടാണ് അതിനകത്ത് കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വിപ്ലവം എന്ന് പറയുന്നതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ബോംബ് ആയി മാറുന്നൊരു അപകടകരമായ അവസ്ഥ എന്ന് പറയുന്നുണ്ട്. അത് തോട്ട് പ്രൊവോക്കിംഗ് ആയൊരു സാധനമാണ്. അതേപോലത്തെ ഒരുപാട് സംഗതികൾ ചെയ്തിട്ടുണ്ട്. ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് സാർ സംസാരിക്കും. ഉയർത്തെഴുന്നേൽപ്പ് എന്നെ സംബന്ധിച്ചോളം വളരെ ഇഷ്ടപ്പെട്ടൊരു നാടകത്തിൻ്റെ ഔട്ട്കമാണത്. ആൽബർട്ട് കമ്യൂ എന്നുള്ള എഴുത്തുകാരൻ്റെ ദി ജസ്റ്റ് എന്നുള്ളൊരു ഫ്രഞ്ച് പ്ലേയുടെ. അപ്പോൾ അത് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലിറ്റിൽ തിയേറ്റർ എന്നുള്ള കൾട്ട് എന്നുള്ള തിയേറ്റർ ഗ്രൂപ്പിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. അന്ന് ഈ കുക്കു പരമേശ്വരൻ, മുരളി മേനോൻ, അലക്സ് കടവിൽ ഇവരൊക്കെ വെച്ചാണ് ചെയ്തത്. പക്ഷേ എൻ്റെ ഉള്ളിൽ ആ തീം വളരെ മായാതെ കിടന്നിരുന്നു. എന്നെ സംബന്ധിച്ചോളം അത് നാടകം എന്നുള്ളതിനേക്കാളും സ്റ്റേജിനേക്കാളും കുറേ കൂടി സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ടെൻഡർനെസ് ഉള്ളൊരു കഥയായിട്ടാണ് എൻ്റെ മനസ്സിൽ അന്നേ ഉണ്ടായിരുന്നത്. അപ്പോൾ ദൂരദർശനിൽ ഇങ്ങനെ ടെലിഫിലിമെല്ലാം ചെയ്തിട്ട് അങ്ങനൊരു അവസരം ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഈ നേരത്തെ നമ്മൾ ഇലക്ട്രയുടെ കാര്യം പറഞ്ഞ പോലെയാണ്, അതിനെ സിനിമയാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വേറെയുണ്ട്. കമ്യൂണിൻ്റെ ഒരു ലോകവീക്ഷണം, ഫിലോസഫിയിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണത്. മനുഷ്യൻ്റെ അസ്തിത്വ സംബന്ധിയായിട്ടുള്ള വേദനകളെക്കുറിച്ചാണത്. ശരിക്കത് കമ്മ്യൂണിസ്റ്റോ നക്സലിസ്റ്റെ കുറിച്ചൊന്നും അല്ല. അത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ മറ്റുള്ളവരോട് എമ്പത്തൈസ് ചെയ്യുന്നത്, ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ അന്വേഷിക്കുന്ന കൃതിയാണ്. അപ്പം അതിനോടൊക്കെ ഉള്ള ഒരു ഭ്രമം കൊണ്ടാണ് ഞാനതിൽ പിടിച്ചു നിന്നത്. അങ്ങനെ അതൊരു ടെലിവിഷൻ ഇതായി മാറി. പുറത്തു വന്നതിന് ശേഷം ഒരുപാട് ഡിസ്കസ് ചെയ്തിരുന്നു. അതെ അതെ, ഒരുപാട്. എല്ലാവരും ഞാൻ വിചാരിച്ചതിനേക്കാളും വലിയൊരു ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിപ്പോൾ കമ്മ്യൂണിൻ്റെ എക്സിസ്റ്റൻഷ്യലിസം എന്നുള്ള ഒരു സിറ്റുവേഷനാണത്, ഒരു ഫിലോസഫിയാണത് എക്സ്പ്ലോർ ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ വലിയ കനമുള്ളൊരു ഫിലോസഫി ആയിട്ടൊന്നും അല്ല അത് തോന്നുന്നത്. എല്ലാ മനുഷ്യരും കടന്നു പോകുന്ന, എല്ലാ സമൂഹങ്ങളും കടന്നു പോകുന്ന ഒരുപാട് മനുഷ്യാവസ്ഥകളുടെ അതിനകത്തുള്ള ധാർമ്മിക സംഘർഷങ്ങൾ, രണ്ട് ശരികൾ തമ്മിൽ ചേരുമ്പോണ്ടാവുന്ന, നേർക്കുനേർ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് അത് അന്വേഷിക്കുന്നത്. സോ എ ഗ്രേറ്റ് ആർട്ട് ഈസ് ഓൾസോ യൂണിവേഴ്സൽ ഇൻ ദാറ്റ് സെൻസ്. നമുക്ക് നമ്മുടെ അനുഭവ പരിചയത്തിൽ നേരിട്ടില്ലെങ്കിൽ പോലും നമുക്കത് ഉള്ളിലേൽക്കാൻ പറ്റും.
നമ്മളെ മനസ്സിലെ ഒരുക്കാൻ പറ്റുള്ളൂ. സാർ പറഞ്ഞ കൂട്ടത്തിൽ 2-3 വാക്കുകളെ കുറിച്ച് എനിക്ക് അറിയേണ്ടതുണ്ട്. അതിപ്പോൾ ശരി തെറ്റുകൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സാണ്. അത് നമ്മൾ പല രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്യുക. നമ്മുടെ ഉള്ളിൽ നമുക്കറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളിലേക്ക് സമൂഹമായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ചോദനകളായിട്ട് നമ്മൾ ഒതുക്കി വയ്ക്കും. ഇപ്പോൾ ആക്രമിക്കുക എന്ന് പറയുന്ന ചോദനയെ നമ്മൾ ഒതുക്കിയേ മതിയാവും. സോഷ്യൽ ലൈഫിന് അത് പറ്റില്ല. അപ്പോൾ സാറിൻ്റെ മനസ്സിനകത്ത് ഇപ്പോൾ ശരി തെറ്റെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിച്ചത് ഉത്തരം കണ്ടെത്തുന്ന ഒരു പ്രോസസ്സുണ്ട്. വായനയിലൂടെയൊക്കെ നമുക്കൊരു അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം ഉണ്ടാവും. പക്ഷേ എങ്കിലും ആത്യന്തികമായി സാർ എങ്ങനെയാണ് ഡെമോക്രാറ്റിക്കായിട്ട് ചിന്തിച്ചുകൊണ്ടാണോ ശരി തെറ്റുകളെ മനസ്സിലാക്കുന്നത്? അതേ സാറിൻ്റെ ഉള്ളിലെ ചോദനകളെ അറിഞ്ഞുകൊണ്ടാണ്? ആപേക്ഷികമാണത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഉള്ളിലെ എല്ലാ ചോദനകളും നമുക്ക് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്കത് അഴിച്ചുവിടാൻ പറ്റില്ല. പക്ഷേ അതേസമയം സമൂഹം അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, മതം, ഭരണകൂടങ്ങൾ ഇവർ പ്രഖ്യാപിക്കുന്ന എല്ലാ ശരിതെറ്റുകളെയും നമ്മൾ പൂർണ്ണമായിട്ട് ഏൽക്കാനും പറ്റില്ല. കാരണം അത് ആപേക്ഷികമായിട്ടുള്ള കാലത്തിനനുസരിച്ചിട്ടും ദേശത്തിനനുസരിച്ചിട്ടും മാറുന്ന ഒന്നാണ്. സോ അത് കോൺസ്റ്റൻ്റ്ലി അതിനെ പുനർവിചിന്തി ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനകത്തുള്ള നുവാൻസസിനെ, അതിനകത്തുള്ള അടരുകളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കേണ്ട കാര്യമുണ്ട്. സോ അതൊരു സർഗാത്മകതയുടെ ഭാഗം കൂടിയാണ് ആ അന്വേഷണം എന്ന് പറയുന്നത്. എല്ലാ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റുകളും അതാണ് ചെയ്തിരിക്കുന്നത്. മോറലിസ്റ്റിക്കായൊരു വ്യൂ അവതരിപ്പിക്കുന്ന കലയെ ഒന്നും പ്യൂർലി മോറലിസ്റ്റിക് ആയിട്ടുള്ള മതങ്ങളോ മറ്റ് സ്ഥാപനങ്ങളോ അനുശാസിക്കുന്ന പ്യൂർലി മോറലിസ്റ്റിക്കായ കലയ്ക്കൊന്നും അധികം കാലം ജീവിക്കാൻ പറ്റില്ല. അതിനെ ചോദ്യം ചെയ്യുന്ന, ആ ബൗണ്ടറിയെ ഒന്നുകൂടി പുഷ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ബൗണ്ടറിക്ക് അപ്പുറത്ത് എന്താണെന്ന് അന്വേഷിക്കുന്ന കലയ്ക്ക് ഒരു കാലാതീതമായിട്ടുള്ള പ്രസക്തിയുള്ളൂ. ശമനതാളവും പെരുവഴിയിലെ കരിയിലകൾ, നരേന്ദ്രപ്രസാദ് സാറിൻ്റെ ഒരു പെർഫോമൻസൊക്കെ നമ്മൾ ആദ്യം കാണുന്നത് അതിനകത്താണ്. ആ മനുഷ്യനെ തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അത് ഇന്ന് എനിക്ക് അതിൻ്റെ ചില ഷോട്ടുകൾ ഇങ്ങനെ മെമ്മറിയിലുണ്ട്. അത് കണ്ടതിൻ്റെ ആ കാലഘട്ടത്തിൽ അതേപോലത്തെ കുറേ വർക്കുകൾ സാറിന് ചെയ്യാൻ പറ്റി. അതോടൊപ്പം തന്നെ ജൂഡ് അട്ടിപ്പെട്ടി സാറുമായിട്ടുള്ള ഒരു സൗഹൃദം, ഒരുപക്ഷെ നിങ്ങൾ ഒരേ വേവ് ലെങ്ത് ആണെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. അതേപ്പറ്റി കൂടെ ആ കാലഘട്ടത്തിൽ കൂടെ ഒന്ന് ഓർക്കൂ സാർ. ഞങ്ങൾ ഈ പറഞ്ഞ ടെലിവിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഏകദേശം ഒരു കാലഘട്ടത്തിലാണ്. ഞാൻ ഈ ഉയർത്തെഴുന്നേൽപ്പൊക്കെ ചെയ്യുമ്പോൾ ജൂഡ് മിഖായലിൻ്റെ സന്ധികൾ ചെയ്യുന്നു, പുത്രനായി മാറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെൻസിബിലിറ്റി എനിക്കിഷ്ടമാണ്. പിന്നെ വളരെ സൗമ്യനും മൃദുഭാഷിയായിട്ടുള്ളൊരു ആളാണ്. വ്യക്തിപരമായിട്ടും എനിക്ക് വലിയ ഇഷ്ടമുള്ള ആളാണ്. പിൽക്കാലത്ത് ഞങ്ങൾ ഒരു ടെലിവിഷൻ ചാനലിന് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് കുറേ കാലം വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അന്നത്തെ വർക്കുകളിൽ ഈ ശമനതാളവും ശമനതാളം പെരുവഴിയിലെ കരിയിലകളാണ് എൻ്റെ ടെലിവിഷൻ കാലഘട്ടത്തിലെ 2-മോ 3-മോ ചെയ്തിട്ടുള്ളതാണ്. എൻ മോഹൻ്റെ ഒരു കഥയാണ്. നരേന്ദ്രപ്രസാദ് സാറിനെ എനിക്ക് നേരത്തെ അറിയാം നാടക പ്രവർത്തനങ്ങളിലെ കൂടെ. പക്ഷെ അദ്ദേഹത്തിലൊരു നടൻ, അദ്ദേഹത്തിൻ്റെ ആ പേഴ്സണാലിറ്റി എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് ഈ കഥ വായിച്ച് അതിനെ സങ്കല്പിക്കുമ്പോഴാണ് തോന്നുന്നത്. കാരണം ആ ഒരു തരത്തിലുള്ളൊരു പേഴ്സണാലിറ്റിയാണത്. ഒരേ സമയം റിബലാണ്, സെൻഷ്യസ് ആണ് ആയിട്ടുള്ള മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങനെ ചെയ്തൂടെ. അന്ന് അദ്ദേഹം ഡബ്ബിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു, അഭിനയിച്ചു തുടങ്ങിയില്ല. ആ പരിചയം കൊണ്ടാണോ ശരിക്കും ഈ അഗ്നിസാക്ഷിയിലേക്ക്, ലളിതാംബിക അന്തർജനത്തിലേക്ക് വരുന്നത്? ആ പരിചയം, ലളിതാംബിക അന്തർജനത്തിനെ പരിചയപ്പെടുന്നത് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, സഹപ്രവർത്തകൻ സാജൻ എന്നുള്ളൊരു പ്രൊഡ്യൂസർ ദൂരദർശനിൽ, പിന്നീട് അദ്ദേഹം സ്റ്റേഷൻ ഡയറക്ടറൊക്കെ ആയി. അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയാണ് ലളിതാംബിക അന്തർജനം. അപ്പം ഞാനും സാജനൊക്കെ അടുത്തടുത്ത് താമസിച്ചിരുന്നു. അപ്പം മുത്തശ്ശി വരുമ്പോഴൊക്കെ ഞങ്ങൾ പോയി കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ കുടുംബമായിട്ട് എനിക്ക് വളരെ അടുപ്പമുണ്ട്. സാജൻ്റെ അമ്മാവനാണ് എൻ മോഹൻ, അദ്ദേഹമായിട്ടും എനിക്ക് വളരെ അടുത്ത പരിചയമുണ്ട്. അങ്ങനെയൊക്കെ ഈ അഗ്നിസാക്ഷിയിലേക്ക് എത്തുന്ന അങ്ങനെയൊക്കെയാണ്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഈ കഥ വായിച്ചപ്പോൾ ഞാൻ ചെറിയൊരു സിനിമയാക്കണം ആലോചിച്ചു. ഈ അഗ്നിസാക്ഷിയിലെ സംഘർഷങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കൈതപ്രം എഴുതിയ വരികൾ, മ്യൂസിക്കും കൈതപ്രം തന്നെ ചെയ്ത, വാർത്തിങ്കൾ ഉദിക്കാത്ത വാസന്തരാത്രിയിൽ എന്തിനീ അഷ്ടമംഗല്യം, പൂമണമായുമീ ഏകാന്തരാത്രിയിൽ എന്തിനീ അനഘമന്ത്രം എന്ന് ചോദിക്കുന്ന രസകരമായ മ്യൂസിക് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. ഒരുപക്ഷെ പാട്ടുകൾ, സാറിൻ്റെ സിനിമയിലെ പാട്ടുകൾ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള പാട്ടുകളാണ്. ഇപ്പോൾ പ്രണയസന്ധ്യ ഒരു ബോംബെ ജയശ്രീ മാം പാടിയത്, ഈ പാട്ടുകളിൽ സത്യത്തിൽ ഈ കാലഘട്ടത്തിൽ സാർ വിശ്വസിക്കുന്നുണ്ടാവില്ല. സിനിമയിൽ പാട്ടുകൾ വേണമെന്നും വലിയ താല്പര്യമുള്ള ആളാണെന്ന് തോന്നുന്നില്ല. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചേക്കുന്നത്. പക്ഷേ ആ കാലഘട്ടത്തിൽ കൈതപ്രമായിട്ട് ആ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഔട്ടെന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ തന്നെ ഔട്ട് കിട്ടി എന്നാണ് എൻ്റെ ഒരു സങ്കല്പം. സാറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്തായിരുന്നു കൈതപ്രം സാർ? രജനീഷ് ആ വരികളൊക്കെ ഓർത്ത് വെച്ചത് നന്നായി. എനിക്ക് ആ പാട്ടിലെ അതിനേക്കാളും ഇഷ്ടപ്പെട്ട, എക്കാലത്തും ഇഷ്ടപ്പെട്ടൊരു 2 വരികളുണ്ട്. ഇനി എത്ര ഋതുക്കളെ കൈകൂപ്പണം, ജന്മം ഇനി എത്ര ദൂരം പോകണം.
അതാണ് എസെൻഷ്യലി ആ കഥയുടെ, അഗ്നിസാക്ഷി എന്നുള്ള കഥയുടെ ഒരു കോർ തീം. ജീവിതം എങ്ങനെ നമ്മൾ ഇത്രയും ഒരു ദുഃഖപൂർണമായി പരസ്പരം തിരിച്ചറിയുകയും കൈകോർക്കുകയും ചെയ്യാതെ നമ്മളിങ്ങനെ ജന്മങ്ങളായി പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാവ്യാത്മകമായിട്ടുള്ള സങ്കല്പമാണ് കൈതപ്രത്തിൻ്റെ ചെയ്തത്. ഇതൊന്നും അങ്ങനെ ഡയറക്റ്റ് ചെയ്തിട്ട് എഴുതിയതൊന്നുമല്ല, അത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള, കാരണം സംഗീതവും അദ്ദേഹമാണല്ലോ ചെയ്തത്. ഇപ്പം എല്ലാം കൈതപ്രത്തിൻ്റെ വീട്ടിൽ ഒരാഴ്ചയോളം താമസിച്ച് ഉള്ള പരിപാടിയായിരുന്നു. കൈതപ്രത്തിൻ്റെ അനിയൻ ഇടമരിച്ചു പോയിട്ടുള്ള വിശ്വൻ എന്നുള്ള അദ്ദേഹമൊക്കെ ചേർന്നിട്ട് ഉള്ളതായിരുന്നു. സോ കൈതപ്രത്തിനൊക്കെ ആ ഒരു ലോകം, അഗ്നിസാക്ഷിയുടെ ലോകം നന്നായി അറിയാം. പിന്നെ സാഹിത്യപരമായിട്ടുള്ളൊരു ഡെപ്തിലൂടെ ആലോചിക്കാൻ കഴിവുള്ള ആളാണ്. എടുത്തു പറയാവുന്ന പാട്ടുകളല്ലാതെ കുറേ ഈ നമ്പൂതിരി നാടോടി പാട്ടുകളൊക്കെ അതിന് ഉപയോഗിച്ചിട്ടുണ്ട്, അവരുടെ പല ചടങ്ങുകളിൽ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ആ റിസർച്ചിൻ്റെ ഭാഗമായിട്ടൊക്കെ ചെയ്തതാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി ദിസ് വാസ് ദ, എന്താ പറയുക, ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറയുന്നതാണ് ഈ 2 ലൈൻ. ഇനി എത്ര ഋതുക്കളെ കൈകൂപ്പണം, കരച്ചിൽ വരും. ശരിയത്, എക്സാക്ട്ലി. അത് ആ എക്സിസ്റ്റൻസിൻ്റെ ഒരു ഡയലമ്മയാണ് ആ കരച്ചിൽ നിങ്ങളെ എത്തിക്കുന്നത്. അത് സെൻസിറ്റീവായിട്ടുള്ള ഏത് മനുഷ്യനും അത് ഫീൽ ചെയ്യും. ആ പാട്ട് കേൾക്കുമ്പോഴെപ്പോഴും ചിന്തിക്കാറുള്ളതാണിത്. ഇനി എത്ര ഋതുക്കളെ കൈകൂപ്പണം, ജന്മം ഇനി എത്ര ദൂരം പോകണം. അസാധ്യമാണ്. കൈതപ്രം. എക്സാക്ട്ലി. കാരണം അത് ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിനകത്തുള്ള വിള്ളലുകളെ കുറിച്ച് പറയുന്നതിനപ്പുറം അത് ജന്മത്തിൻ്റെ തന്നെ ഒരു ദുർവിധികളെ കുറിച്ചാണ് അത് പറയുന്നത്. സോ ആ ഡയമെൻഷനിലേക്ക് ആ എഴുത്തിന് പോകാൻ സാധിച്ചു. ഏറ്റവും കൂടുതൽ ആൾക്കാരെ സംസാരിക്കുന്നത് ശ്യാം സാറിൻ്റെ സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഒരേ കടലായിട്ടാണ്. ഇപ്പോൾ അകലെ എന്ന് പറയുന്ന സിനിമ ഒരുപക്ഷെ നമ്മളിത് കോമ്പറ്റ് ചെയ്യാൻ കൊണ്ടുവെക്കും, പക്ഷേ പ്രേക്ഷക പ്രീതി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതൊരു ഭയങ്കര ഒരു സംഭവമാണ്. അത് എല്ലാവരും അത് സംസാരിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഈ പടം കുറച്ചുകൂടെ അവരുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ ജീവിതമായിട്ട് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ടായിരിക്കാം സംസാരിക്കുക. പക്ഷേ എനിക്കതിൻ്റെ പാട്ടുകൾ, ഇപ്പോൾ ശുഭമന്തുവരാളിയിൽ ഇത്രയും പാട്ടുകൾ ചെയ്യാന്ന് പറയുന്ന ഒരു സാഹസം, ഇല്ലെങ്കിൽ അത് ഭയങ്കര ഒരു സംഭവമാണ് ഔസേപ്പച്ചൻ സാറ് ചെയ്തിരിക്കുന്നത്. അതിൽ പ്രണയസന്ധ്യയൊക്കെ ഈ ബോംബെ ജയശ്രീ മാഡത്തിനെ തന്നെ കൊണ്ടുവന്ന് പാടിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നില്ല, ചില സ്ഥലത്ത് വന്നിട്ട് ആ ഇടറുന്ന സാധനങ്ങളിൽ അസാധ്യ സാധനം. സാർ അതിൻ്റെ ഒരു മേക്കിംഗ് പറയും ആ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട്. അല്ല, ഒരേ കടൽ പ്രത്യേകിച്ചും കൂടുതൽ ആളുകളെ, ഒന്ന് അതിൻ്റെ തീം കുറച്ചുകൂടി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള, എപ്പോഴും ആളുകൾ പെട്ടെന്ന് ഒരു ശരിതെറ്റുകളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്ന, അവരെ ഒന്ന് കുടുക്കിയിടുന്ന ഒരു കഥയാണത്. 2, തീർച്ചയായും ശ്രീ മമ്മൂട്ടിയുടെയും മീര ജാസ്മിൻ്റെയും പ്രസൻസ്, അൾട്ടിമേറ്റ്ലി താരങ്ങളുടെ ഒരു പ്രസൻസാണ് അവരെ അതിലേക്ക് കൊണ്ടുപോകുന്നത്. അകലെ വേറൊരു തരം സിനിമയാണ്. അകലെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സിനിമയാണ്, ലൈക്ക് എ പെയിൽ വാട്ടർ കളർ. മറ്റേത് രണ്ട് സിനിമകളാണ് ആ അർത്ഥത്തിൽ. പാട്ടുകൾ നേരത്തെ പറഞ്ഞതുപോലെ പാട്ടുകൾ ഞാൻ അതിനെ കാണുന്നത് ഒരു എന്താ പറയുക, നെസസറി ഈവിൾ എന്നാണ് ഞാൻ കാണുന്നത് ഈ പാട്ട് എന്നുള്ള വിഭാഗം സിനിമയിൽ. ഒഴിവാക്കാനാവാത്ത ഒരു പ്രോബ്ലം. പക്ഷേ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ ഇതെങ്ങനെ ഏറ്റവും ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാം എന്നുള്ള ചിന്തയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ എനിക്ക് എൻ്റെ ബാലൻസ് തെറ്റാറുണ്ട്. ചിലതിൽ പാട്ടുകൾ കൂടിപ്പോകാം, അങ്ങനെയൊക്കെ വരാറുണ്ട്. കാരണം ഞാൻ അതിനെപ്പറ്റി വളരെ ബോധേഡാണ്, ഈ പാട്ടുകൾ എങ്ങനെ അതിനെ വരുന്നു എന്നുള്ളത്. തിരക്കഥ എഴുതുന്നതിലോ അഭിനേതാക്കളെന്നോ അല്ല, ഈ പാട്ടുകൾ എങ്ങനെ ഞാനത് കൺസ്ട്രക്ട് ചെയ്യുന്നു, അതിലെങ്ങനെ അത് ഫിറ്റിൻ ചെയ്യുന്നു. കാരണം അതൊരു വളരെ അനാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഹിസ്റ്റോറിക്കലി, കൾച്ചറലി ഒരു എന്താ പറയുക, നമ്മളുടെ സമ്പ്രദായം, സംസ്കൃത നാടകത്തിൽ തൗര്യത്രികം എന്ന് പറയും, ഗീത നൃത്ത വാദ്യ സമന്വയമായിരിക്കണം നമ്മളുടെ നാടകവേദി, നാട്യശാസ്ത്രത്തിൽ അതാ പറയുന്നത്. ആ ട്രഡീഷനാണ് നമുക്ക് വന്നിരിക്കുന്നത്. നമ്മളുടെ പാഴ്സി നാടകങ്ങളിലൂടെ, പഴയ തമിഴ് നാടകങ്ങളിലൂടെയൊക്കെ വന്നിട്ടുള്ള എല്ലാം പാട്ടുകളിലൂടെ കഥ പറയുന്നു. ലോകമെമ്പാടും ആ ട്രഡീഷൻ ഉണ്ട്. അല്ല, പാട്ടാണല്ലോ ആദ്യത്തെ നമ്മുടെ. അതെ, ഒപ്പറാറ്റിക് ആയിട്ടുള്ള സിനിമകളുണ്ട്. അപ്പോൾ എന്തായാലും അതുണ്ട്, നമ്മളുടെ ഒരു നരേറ്റീവിൻ്റെ ഒരു ഭാഗമാണത്. പക്ഷേ അത് സിനിമയുടെ ടോണാലിറ്റിയുമായി ചേർന്ന് പോകുന്ന രീതിയിൽ എങ്ങനെ ഇത് കൊണ്ടുവരാം എന്നാണ് ആലോചിച്ചത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സിനിമയുടെ മ്യൂസിക് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ മനസ്സിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതാണ് സിനിമയ്ക്കൊരു വേറൊരു തേർഡ് ഡയമെൻഷൻ കൊടുക്കുന്ന കാര്യം. ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് ഞാൻ സോങ്സിനെ കാണുന്നത്.
അല്ലാതെ സ്റ്റാൻഡ് അലോൺ പ്രോപ്പർട്ടീസ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരേ കടൽ എന്നുള്ള സങ്കല്പിച്ചപ്പോൾ അതിൻ്റെ ഒരു തീമാറ്റിക് ആയിട്ടുള്ളൊരു മൂഡ് എന്തായിരിക്കും, അതിൻ്റെ ഒരു സ്കെയിൽ എന്തായിരിക്കും, മ്യൂസിക്കലി പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്കെയിൽ എന്തായിരിക്കും. അപ്പോൾ ഞാൻ ശാസ്ത്രീയ സംഗീതം അങ്ങനെ ശാസ്ത്രീയമായിട്ടൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ എന്നാലും കുറേ കാര്യങ്ങൾ അറിയാം. കുട്ടിക്കാലത്തൊരു വർഷം ഒക്കെ പഠിച്ചതൊഴിച്ച് പല രാഗങ്ങളിലുള്ള പാട്ടുകളുടെ ശക്തി എന്താണ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ശുഭബന്ധുവരാളിയിലുള്ള 1-2 പാട്ടുകൾ എന്നെ വളരെ ഇൻസ്പയറിംഗ് ആണ്. ഒന്ന് ഹൃദയത്തിൻ്റെ രോമാഞ്ചം എന്നുള്ള, പിന്നെ അരവിന്ദൻ്റെ പോക്കുവെയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ശുഭബന്ധുവരാളിയിലാണ് ചെയ്തിരിക്കുന്നത്, പല മെയിൻ പീസസും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആ രാഗത്തിൻ്റെ ഒരു ഇഫക്റ്റ് എന്തായിരിക്കും, മൂഡ് എന്തായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ ഔസേപ്പച്ചനോട് പറഞ്ഞു, ഔസേപ്പച്ചൻ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സിനിമയുടെ മൊത്തത്തിലുള്ളൊരു ഭാവത്തിനെ ഇത് ചെയ്യുന്ന, ഇതിനെല്ലാം വലിഞ്ഞു മുറുക്കുന്ന ഒരു സ്കെയിൽ, ഒരു രാഗപദ്ധതി, വിച്ച് മീൻസ് ഒരു മൂഡ്, ഒരു മ്യൂസിക്കൽ മൂഡ് നമുക്കിതിൽ കൊണ്ടുവരാൻ പറ്റുമോ? ഒരൊറ്റ ഇത് മാത്രമുള്ളത്, വേറൊന്നും അന്യ മൂഡുകളൊന്നും ഇതിനകത്ത് കയറി വരുന്നില്ല. സിനിമയും അങ്ങനെയാണല്ലോ, ഒറ്റ മൂഡിലേക്കുള്ള ഫോക്കസാണ്. അപ്പോൾ പാട്ടുകളും കൂടി അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് വരുന്നു. അങ്ങനെയാണ് അത് ആലോചിക്കുന്നത്. അപ്പോൾ ഓരോ സന്ദർഭത്തിലുള്ള പാട്ടുകൾ എങ്ങനെ ഉണ്ടാവും. ഔസേപ്പച്ചൻ അത് വളരെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ചലഞ്ചായിട്ട് ഏറ്റെടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത്തരത്തിലുള്ള ഈ പാട്ടുകളൊക്കെ ഉള്ള ഈ ഹൃദയത്തിൻ്റെ രോമാഞ്ചം പ്രത്യേകിച്ചും, അപ്പോൾ അങ്ങനെ ശുഭബന്ധുവരാളി എന്നുള്ള ഇതിലേക്ക് എത്തി. അങ്ങനെ അതിലൊന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇതിൻ്റെ കമ്പോസിങ്ങും വളരെ രസകരമായൊരു രീതിയായിരുന്നു. മദ്രാസിലുള്ള അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്റ്റുഡിയോയിൽ ഒരു ക്ലിക്ക് ട്രാക്ക് ഇട്ടുകൊണ്ട്, ഇപ്പോൾ കഥയും കാര്യങ്ങളൊക്കെ മനസ്സിലായി ഏതൊക്കെല്ലാം ടൈപ്പ് വേണ്ടി വരും. അപ്പോൾ അദ്ദേഹം അതിൽ പല രീതിയിലുള്ള, പല നടകളിലുള്ള, ഇതേ രാഗത്തിൻ്റെ തന്നെ പല നടകളിലുള്ള, പല റിതമിക് പാറ്റേൺസിലുള്ള എക്സ്പ്രഷൻസ് നമുക്ക് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് അദ്ദേഹം സ്റ്റുഡിയോയിൽ പോയിട്ട് വയലിനിൽ ഈ ശുഭബന്ധുവരാളി രാഗത്തിൻ്റെ പല പാറ്റേൺസ് വായിക്കുകയായിരുന്നു. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹം ഇത് വായിക്കുന്നു, ഇടയ്ക്ക് ഹമ്മിയും, ഔസേപ്പച്ചൻ തന്നെ ഹമ്മിയും. ഗോപിസുന്ദറായിരുന്നു അന്ന് കൺസോളിലിരുന്നുണ്ടായിരുന്നു. അന്ന് ഗോപിസുന്ദർ ഔസേപ്പച്ചൻ്റെ അസിസ്റ്റൻ്റാണ്. ഇതൊരു 30 മിനിറ്റ് വരുന്ന ഈ ഒരു ഫ്രീ ഇംപ്രവൈസേഷൻ, പല ടെമ്പോയിൽ, പല രീതിയിലുള്ള പാറ്റേൺസിൽ അദ്ദേഹം അത് ചെയ്യുന്നു. പിന്നീട് അതിനെ കട്ട് ചെയ്ത് ചിലത് മാറ്റി, ചിലത് ജോയിൻ ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാക്കിയതാണ് ഈ അതിനകത്തുള്ള 4 പാട്ടുകൾ. പാട്ടുകൾ അത് എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയും മനസ്സിലിരിക്കുന്നത് ഇപ്പോഴും. യമുന വെറുതെ പാടുന്നു, ശ്വേത പാടിയിട്ടുള്ളത് ഒരു കടലായി. അതെ, ഒരു കടലായി. അതിൻ്റെ അതൊക്കെ പ്യൂർ ഇംപ്രവൈസേഷൻ ആണ്. അതെ അതെ, സങ്കട കടം, അതൊക്കെ അനാഥം എന്നൊക്കെ പറയുന്ന വാക്കൊക്കെ ഉച്ചരിക്കുന്നുണ്ടല്ലോ. അയാള് ഒരുപാട് പണിയെടുപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്ന. അയാൾ ഫ്ലൂട്ട് വായിക്കാൻ വന്നതാണ്. അപ്പൊ അയാൾക്ക് ഇത് ചെയ്തിട്ട് അതിന്റെ രസമുണ്ട്. ഫ്ലൂട്ട് വേറെ ഏതോ ബിറ്റിന് വേണ്ടി, ഈ പാട്ട് നേരത്തെ ഉണ്ടായിരുന്നില്ല, അങ്ങനെ പാട്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ഫ്ലൂട്ട് വായിക്കാൻ ഇത് നവീൻ അവിടെ ഇരുന്നപ്പോൾ നവീന് ഇതിങ്ങനെ ഹമ്മി ചെയ്യുന്നുണ്ടായിരുന്നു ശുഭബന്ധുവരാളിയുടെ ഡ്യൂറിങ് ബ്രേക്സ്. അപ്പോൾ എനിക്കത് ഭയങ്കര എക്സൈറ്റിംഗ് ആയി തോന്നി, കാരണം അതൊരു ഹിന്ദുസ്ഥാനി സ്റ്റൈലിൽ അയാൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഔസേപ്പച്ചനോട് പറഞ്ഞു, നമുക്ക് ഇതങ്ങ് ക്യാപ്ചർ ചെയ്തിട്ട് ഇതിനെ വേറൊരു കോമ്പസിഷനാക്കി മാറ്റിയാലോ. അങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്. ഈ ജയശ്രീ മാമിനെ വിളിക്കുന്നത് ജയശ്രീ, ബോംബെ ജയശ്രീ അല്ല, അതിനൊരു ഡിഫറെൻറ്റ് വോയിസ് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഒരു സ്വീറ്റ് എന്ന് അത് മാത്രമായിട്ട് വിളിക്കാൻ പറ്റാത്ത ഒരു കുറച്ചുകൂടി ഒരു ക്യാരക്ടറുള്ളൊരു വോയിസ് വേണമെന്നുണ്ടായിരുന്നു. ബോംബെ ജയശ്രീയുടെ കർണാടക കച്ചേരികളും മറ്റ് ഫ്യൂഷൻ സാധനങ്ങളൊക്കെ ഞാൻ കേൾക്കുമായിരുന്നു. അപ്പോൾ ഞാനവർ വിളിച്ചു, വന്നങ്ങ് ചെയ്തു. വളരെ രസകരമായിരുന്നു. അതിന് വിഷ്വലൈസേഷനിൽ ചില സ്ഥലത്തൊക്കെ സാറിന് ട്രാക്കിംഗ് ഷോട്ട്സ് ഉണ്ട്, അത് ഭയങ്കര മനോഹരമാണ്. ഒരുപക്ഷെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മൂമെൻറ്റ്സിൽ നമ്മൾ അറിയാതെ ഇങ്ങനെ ഒഴുകി പോകുന്നൊരു സംഗതിയായിട്ട് ആ സിനിമ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. പല സ്ഥലത്തും നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന മൊറാലിറ്റി അല്ല അതിലുള്ളത്, പല കാര്യത്തിലും നമുക്ക് ആശങ്കയുണ്ട്. പക്ഷേ മേക്കിങ്ങിൻ്റെ ഒരു ഒഴുക്കുണ്ടല്ലോ, സാറിൻ്റെ കഥ പറച്ചിലിൻ്റെ ഒഴുക്കായിരിക്കാം. എല്ലാവരും കഥ കണ്ടുകൊണ്ടേയിരുന്നു. സാറിൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ആദ്യ ദിവസം എൻ്റെ കൂടെ സിനിമ കണ്ടു. പുള്ളി 1-2 കോൾസൊക്കെ വന്നിട്ട് എണീറ്റ് പോയി. അപ്പോൾ എനിക്കൊന്ന് ഗ്രിപ്പിംഗ് കിട്ടിയിട്ടില്ല. അപ്പം ആദ്യ ദിവസം മോശം അഭിപ്രായം പറഞ്ഞു. പക്ഷേ സെക്കൻഡ് ഡേ പുള്ളി എന്നോട്, അസാധ്യമല്ലേ രജനീഷ്, ശ്യാം എന്താ ചെയ്തു വെച്ചേക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് സംസാരിച്ചു. അതൊരു പക്ഷേ ആ
കഥ പറച്ചിലിൻ്റെ ക്രാഫ്റ്റ് നമ്മൾ കൊടുത്ത അത്രയും ഡെഡിക്കേഷൻ ആയിരിക്കില്ല സാർ? അത് എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്? എനിക്ക് തോന്നുന്നു ഹ്യൂമൻ സഫറിങ്ങിനോടുള്ളൊരു എമ്പതി നമ്മളുടെ അതിലെ ഓരോ ഘട്ടത്തിലും ഉണ്ടെങ്കിൽ, അതിലെ ഓരോ ഘടകത്തിലും അത് ഉണ്ടെങ്കിലേ അത് അൾട്ടിമേറ്റ്ലി അത് പുറത്ത് വരും, പ്രേക്ഷകനിലേക്ക് അത് എത്തുക. അത് എംപതൈസ് ചെയ്യുന്ന കാര്യം, എന്താ പറയുക, സഹഭാവം എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, സഹതാപമല്ല, എംപതൈസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് അതിൻ്റെ ക്യാമറ വർക്കിലും അതിൻ്റെ മ്യൂസിക്കിലും അതിൻ്റെ ആക്ടിങ്ങിലും അതിലെ വാക്കുകളിലും എല്ലാം അതാണ് അതിൻ്റെ ഒരു പ്രൈമറി ആയിട്ടുള്ള ശക്തി. അപ്പം അത് അവഗണിക്കാവുന്നതല്ല. അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ കാച്ച് വിത്ത് യു. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും അത് വാച്ച് ചെയ്യാൻ പറ്റുന്ന പടമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. സാർ, 1-2 കാര്യങ്ങളുള്ളത്. ചില വാക്കുകളോടൊക്കെ നമുക്ക് ചില സ്ഥലത്ത് തന്നെ പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഈ പ്രൊഫഷണലിസം എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കിഷ്ടമില്ലാത്തൊരു ആശയത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സംവിധാനത്തിൽ ചിലപ്പോൾ കുറേ കാലം ജോലി ചെയ്യേണ്ടി വരുന്നു. നമ്മൾ മറ്റൊരു ജോലിയാണ് ചെയ്യുന്നത്. നമുക്ക് പക്ഷേ ഇതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആ ജോലി നമ്മൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് മീഡിയ പരിപാടികൾ തന്നെ പലപ്പോഴും പറയാറുണ്ട്, പ്രൊഫഷണലായി കണ്ടുകൂടെ? ഇപ്പം ആ ആശയത്തോട് ഒരു തരത്തിൽ യോജിക്കാത്ത ഒരാളായിരിക്കും അവിടെ ജോലി ചെയ്യുക. അപ്പോൾ കൈരളിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല, ജനത്തിൽ ജോലി ചെയ്യുന്ന ആൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്പേസിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ പ്രൊഫഷണലിസം എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുക. ഇതൊരു ശരിക്കൊരു ട്രിക്കാണ് ജോലി ചെയ്യിക്കാൻ വേണ്ടിയിട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് അതെങ്ങനെയാണ് നമ്മളതിനെ? പ്രൊഫഷണൽ എന്നുള്ള വാക്കല്ല ഉപയോഗിക്കേണ്ടത്. ഇതൊരു ലൈവ്ലിഹുഡായി കണ്ടുകൂടെ എന്നുള്ളതാണ് പറയുന്നത്. ഇത് നിങ്ങളുടെ ജീവന ഉപാധിയാണ്, ഇതാണ് നിങ്ങൾക്ക് അന്നം തരുന്നത് എന്നുള്ള അർത്ഥത്തിൽ കണ്ടുകൂടെ എന്നുള്ള അർത്ഥത്തിൽ ഇത് പറയാൻ പറ്റുള്ളൂ. പ്രൊഫഷണലിസം എന്നുള്ളത് കുറേ കൂടി ആഴമുള്ള വാക്കാണ്. അതിപ്പോൾ നമ്മളെങ്ങനെയാണോ ഒരു സർജൻ അയാളുടെ ജോലിയിൽ അയാൾ ഏറ്റവും എന്താ പറയുക, കാരണം ആ പ്രൊഫഷണലിസം ഇല്ലെങ്കിൽ ആ പേഷ്യൻ്റ് മരിച്ചു പോകും. അത്രയും ക്രിട്ടിക്കലാണ് അതിനകത്തുള്ള എല്ലാ ഇടപെടലുകളും. അപ്പം അതിൽ പൂർണ്ണമായിട്ടുള്ള സമർപ്പണം ആവശ്യമുണ്ട്, പഠനം ആവശ്യമുണ്ട്, അഭ്യാസങ്ങൾ ആവശ്യമുണ്ട്. ഇതിലൂടെയൊക്കെ വളരുന്ന ഒരു പ്രൊഫഷണലിനെ നമുക്ക്, ഒരു വ്യക്തിയാണ് നമ്മൾ പ്രൊഫഷണൽ എന്ന് വിളിക്കുന്നത്. പക്ഷെ അത് വളരെ ദുരുപയോഗപ്പെടുത്തിയിട്ടുള്ളൊരു വാക്കല്ലേ. ഇപ്പോൾ പ്രൊഫഷണൽ തിയേറ്റർ എന്ന് പറയുന്നത് വളരെ ഒരു മിസ്നോമറാണ്, ഒരു തെറ്റായ പ്രയോഗമാണ്. കാരണം ജീവനോപാധിയായിട്ട് കുറേ ആളുകൾ അത് കാണുന്നു, നാടക അവതരണം കാണുന്നുള്ളതുകൊണ്ട് മാത്രം അത് പ്രൊഫഷണൽ ആവുന്നില്ല. പ്രൊഫഷണൽ ആവണമെങ്കിൽ അതിന് അത്രയും കൃത്യതയും മേന്മയും മികവും വളർച്ചയും ആഴവും എല്ലാം ഉണ്ടാകുമ്പോഴേ അതിനെ പ്രൊഫഷണൽ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് നമ്മൾ എഴുതി കാണുമ്പോൾ, ഇപ്പോൾ ക്യാപ്റ്റൻ രാജു മോഹൻലാലിനെ തല്ലുന്നു. അപ്പോൾ മോഹൻലാലിന് അറിയില്ല ക്യാപ്റ്റൻ രാജു എന്തിനാണ് തല്ലുന്നതെന്ന്. ക്യാപ്റ്റൻ രാജു സ്ഥിരം തല്ലുകാരനായതുകൊണ്ട്, തല്ല് നന്നായിട്ട് അയാൾ ചെയ്യുന്നതുകൊണ്ട് അയാളെ വിളിക്കുന്നു, നമ്മൾ അയാളെ പ്രതിഷ്ഠിക്കുന്നു. ഇത് ശരിക്കും ഒരു വർക്കാണ്, ഒരു സ്കിൽഡ് വർക്കാണ്, സ്കിൽഡ് ലേബർ എന്നൊക്കെ പറയും പോലെ. അത് ഉപമിക്കാൻ പറ്റുന്ന ഒരാൾ കുഴിയെടുക്കുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ അയാൾ ക്രിയേറ്റീവായിട്ട് അത് കൈകാര്യം ചെയ്യും. ആയുധങ്ങളൊക്കെ വെക്കുന്നതിനൊരു ശൈലിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അയാളുടെ വർക്കിനെ നമ്മൾ എസ്തറ്റിക്കലി നോക്കിക്കാണും. പക്ഷേ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയുന്ന, ഈ ഒരു കൂട്ടമായിട്ട് ചെയ്യുന്ന ഒരു നാടക പ്രവർത്തനമൊക്കെ പോലെ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളെയും കുറിച്ച് കൃത്യമായി അറിയുന്ന ആൾക്കാർ ചേരുന്നൊരു സംവിധാനത്തെയാണോ ക്രിയേറ്റിവിറ്റി എന്ന് വിളിക്കാനുള്ളത്? അതേ ഇതെല്ലാ കാര്യങ്ങളെയും ഒരു പാർട്ട് മാത്രം ചെയ്യുന്ന, കാശ് വാങ്ങിച്ച് പോകുന്ന ആളെയും ക്രിയേറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗാത്മകത എന്ന് പറയുന്നതിൽ വൈയക്തികമായിട്ടുള്ളൊരു എക്സ്പ്രഷൻ അതിലുണ്ട്. ആ അർത്ഥത്തിൽ ഒരു നൂതനത്വം അതിലുണ്ടാവണം. എപ്പോഴും അത് ക്രിയേറ്റീവ് ആയിരിക്കണം. എക്സാക്ട്ലി. ഒരു സ്വന്തമായ ഒരു അനുഭവമായിട്ടൊരു ഭാവമായിട്ടത് കാണിക്കാൻ സാധിക്കണം. ഇത് കുഴി വെട്ടുന്ന ആൾ എല്ലാ പ്രാവശ്യവും വെട്ടുന്നതിൻ്റെ റിസൾട്ട് വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ളതാണ്. ഇത്ര നീളത്തിൽ വീതിയിൽ ഒരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് കുഴിവെട്ടുകാരൻ്റെ. കാരണം അയാളുടെ മാനദണ്ഡങ്ങൾ വളരെ കൃത്യവും പരിമിതവുമാണ്. നേരെ മറിച്ച് ഒരു സർഗാത്മകമായിട്ടുള്ളൊരു പ്രവൃത്തി, ഒരു അഭിനയം എന്ന് പറയുന്നത് അനന്തമാണ്. ഇങ്ങനെ വേണമെങ്കിൽ അവതരിപ്പിക്കാം നമുക്കത്, അല്ലേ? ആ ഒരു അടികൂട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ദേഷ്യപ്പെടുന്ന ഒരാളുടെ മുഖം നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാണിക്കാൻ പറ്റും. അപ്പം അത് ചെയ്യാനുള്ള ആ സ്പേസിനെ, അത് ഉപയോഗിക്കാനുള്ള മനസ്സിനെയാണ് നമുക്ക് ശരിക്കും ക്രിയേറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. അതല്ലാതെ ജോലിയായിട്ടത് ചെയ്യുന്നതല്ല. മറ്റത് നേരത്തെ പറഞ്ഞ പോലെ ലൈവ്ലിഹുഡാണ്. സോ ക്രിയേറ്റിവിറ്റി എല്ലാവരുടെയും എല്ലാ മനസ്സിലും ഉണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളാൽ പലപ്പോഴും നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒക്കെ ക്രിയേറ്റിവിറ്റി എങ്ങനെ അടയ്ക്കണം എന്നുള്ളതാണ്. കാരണം മനഃപ്പാഠം പഠിച്ച് എഴുതുക എന്നുള്ളതാണ് പരീക്ഷയുടെ ആത്യന്തികമായ ലക്ഷ്യം. നേരെ മറിച്ച് മറ്റ് രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിലൊക്കെ ഈ
കുട്ടിയുടെ പഠിക്കുന്ന കുട്ടിയുടെ ക്രിയേറ്റീവായിട്ടുള്ള എക്സ്പ്ലോറേഷന്, സബ്ജക്റ്റീവായിട്ടുള്ള വ്യൂ പോയിന്റിന് വളരെ പ്രാധാന്യം കാണുന്നുണ്ട്. അപ്പോൾ തുടക്കം മുതലേ നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ നൽകുന്നില്ല. അതില്ലാത്തൊരു സമൂഹത്തിൽ ഇതൊരു ജോലിയായിട്ട് മാത്രമാണ് കാണുന്നത്. തീർച്ചയായും അത് ഉള്ളിലുള്ള ആ ഒരു എന്താ പറയുക, നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ എക്സ്പ്ലോർ ചെയ്യാനുള്ള മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഏത് ജീവിക്കുള്ള സ്വാഭാവികമായിട്ടുള്ള സർഗാത്മകത അത് വികസിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തിരിച്ച് വർക്കിലേക്ക് വന്നാൽ ആളോഹരി ആനന്ദം സാറാ ജോസഫിൻ്റെ എവിടം വരെ എത്തി, എന്താണ് അതിൻ്റെ അവസ്ഥ? തിരക്കഥയും മറ്റു കാര്യങ്ങളും എല്ലാം റെഡിയാണ്. അത് കഴിഞ്ഞ വർഷം 1-2 വർഷമായിട്ട് എനിക്ക് കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നത് കൊണ്ട് അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം അത് ചെയ്യണം എന്നാണ് പ്രതീക്ഷ. ഷീബ മാമിനെ കുറിച്ച് ഒരിടത്തും പറഞ്ഞു കേട്ടിട്ടില്ല, വൈഫിനെ കുറിച്ച്. SBIയിലാണ് വർക്ക് ചെയ്തിരുന്നതെന്നറിയാം. നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ആഴം, ഒരുപക്ഷെ ഒരു കലാകാരൻ എങ്ങനെയാണ് ഇപ്പോൾ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ നമുക്ക് എപ്പോഴും താല്പര്യം ഉണ്ടാവും. അപ്പം എല്ലാവരും സാഹൂതം നോക്കാറുണ്ട്. അയാൾ എങ്ങനെയായിരിക്കും വീട്ടിൽ ബിഹേവ് ചെയ്യാമെന്ന് നോക്കും പോലെയാണ് നമ്മളൊരു കലാകാരൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഷീബ മാമും സാറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെപ്ത് എത്രത്തോളം ആയിരുന്നു? ഡാൻസർ കൂടിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാം. അതെ, ഒരു നൃത്ത വിദ്യാർത്ഥിനിയായിരുന്നു. എന്താ പറയുക, എനിക്കൊന്നും കൂടുതൽ വാക്കുകളിലൂടെ എനിക്കൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഷീ വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ പേഴ്സൺ, സച്ച് എ ലവ്ലി പേഴ്സൺ. വളരെ സിമ്പിളായിട്ടുള്ള ഡയറക്റ്റായിട്ടുള്ള വ്യക്തിയായിരുന്നു. എനിക്കുണ്ടെന്ന് തോന്നുന്ന ഈ ഒരു ഇൻ്റലക്ച്വലായിട്ടുള്ള ഫസാഡൊന്നും അല്ല എന്നിൽ നിന്നും കിട്ടിയത്. വളരെ സ്വാഭാവികമായിട്ടുള്ള, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു റിഫ്ലക്റ്റീവ് ബോർഡായിരുന്നു. ഒരു നോർമൽ പേഴ്സണിലേക്ക് അത് എങ്ങനെയാണ് ഓരോന്ന് എത്തുന്നത് എന്നുള്ളത്. എൻ്റെ സിനിമകളെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, ഷീബയ്ക്ക് ഉണ്ടായിരുന്നു. ബട്ട് സച്ച് എ ജെനുവിൻ പേഴ്സൺ, എ നോർമൽ പേഴ്സൺ. ആ നോർമാലിറ്റി ഞാനൊരു വളരെ ഹോം പേഴ്സണാണ്. എനിക്ക് വീട് വിട്ട് അധിക സമയം നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം ആ ഒരു വളരെ ഹൃദ്യമായിട്ടുള്ളൊരു കുടുംബ അന്തരീക്ഷം ഒക്കെ ഉണ്ട്. അത് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട്. ഇത് എങ്ങനെയായിരിക്കും അഭിപ്രായം പറയാ? എനിക്ക് നേരിട്ട് പരിചയമില്ലാത്ത വ്യക്തിയാണ്. അല്ലല്ല, ഈ പറഞ്ഞ പോലെ ആധുനിക കലയുടെ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഇത് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഒരേ കടൽ കാണുമ്പോൾ നാച്ചുറലി ഏതൊരു വീട്ടമ്മയ്ക്ക് ഉണ്ടാവുന്ന ആകുലതകളിലൂടെ അത് കാണാൻ പറ്റുള്ളൂ. പക്ഷേ സ്ലോലി അത് എൻ്റെ വാക്കുകൾ കേട്ടിട്ടും ഞാൻ എഴുതുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും ഒക്കെ സ്ലോലി അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു പ്യൂർലി ഒരു ജഡ്ജ്മെൻ്റൽ പൊസിഷനിൽ നിന്ന് മാറി ഒരു എംപതൈസിങ് പൊസിഷനിലേക്ക് മാറിയിട്ടുണ്ട്. അതൊരു വലിയ മാറ്റമാണ്. പ്രേക്ഷകരിൽ ഉണ്ടാവേണ്ട ഒരു മാറ്റം പോലെ തന്നെയാണ് ഞാനിതിനെ കാണുന്നത്. ജഡ്ജ്മെൻ്റ് അല്ല നമുക്ക് ആവശ്യം, നമുക്ക് അതിൻ്റെ ഒരു സഹഭാവമാണ് ആവശ്യം. സ്വാതന്ത്ര്യം കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് വന്ന് ചോദിക്കുമോ, എന്തിനാ ഇപ്പം അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമോ? തീർച്ചയായും ചോദിക്കാറുണ്ട്, പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്, പല കാര്യങ്ങളിലും. പക്ഷേ ഞാൻ അധികവും ഡിസ്കഷൻസൊക്കെ എൻ്റെ വീട്ടിലാണ് നടക്കുന്നത്. എൻ്റെ സഹപ്രവർത്തകരെല്ലാം സുഹൃത്തുക്കൾ കൂടിയാണ്, അവർ വീട്ടിലുണ്ടാവും. സോ പല സംഭാഷണ ശകലങ്ങളിലൂടെയൊക്കെ അതിൻ്റെ പുട്ടും പൊടിയൊക്കെ അവിടെ നിന്നൊക്കെ കിട്ടും. പക്ഷെ അതുകൊണ്ട് വലിയ നീണ്ട സംഭാഷണങ്ങളോ അതിനെപ്പറ്റി ഉണ്ടാവാറില്ല. പക്ഷേ ഷീ ഹാസ് ഹെർ ഓൺ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഇൻ ദ ഫിലിം. മുഖത്തോക്കി പറയുകയും ചെയ്യും. തീർച്ചയായും അവിടെ നമ്മൾ ബഹുമാനിക്കും പോലെ ശ്യാം സാറിനെ ബഹുമാനിച്ചൊന്നും സംസാരിക്കില്ല. അങ്ങനെ ഞാൻ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അടുത്തറിയാവുന്ന ഒരാളെന്ന രീതിയിൽ പറയാവുന്ന ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ്. തീർച്ചയായും ഇഷ്ടപ്പെട്ട സിനിമകളും അങ്ങനെ ഇഷ്ടപ്പെടാത്ത സിനിമകളും ഒക്കെ ഉണ്ടാവും. സാറിപ്പോൾ നോർമലി നമ്മളടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ചില വാക്കുകളൊക്കെ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുകയും ചില കാര്യങ്ങൾ കുറച്ചുകൂടെ ഡെപ്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനും ഒക്കെ ശ്രമിക്കും. പക്ഷേ സുഹൃത്തുക്കളുടെ അടുത്ത് പോയിരിക്കുമ്പോൾ ഇതൊന്നും അല്ലാതെ കളിയൊക്കെ പറഞ്ഞിട്ട് അലമ്പാവുന്നൊരു അലമ്പാവുമെന്ന് എനിക്കറിയില്ല, അത് അവരാണ് പറയേണ്ടത്. സ്വാഭാവികമായും എൻ്റെ അടുത്ത സുഹൃത്തുക്കളെല്ലാം ഏകദേശം ഒരു ഇമോഷണൽ ഇൻ്റലക്ച്വൽ വേവ് ലെങ്ത്തിലുള്ള ആളുകൾ കൂടിയാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഷെയർ ചെയ്യുന്ന ജോക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവങ്ങളൊക്കെ ഏകദേശം ആ തലത്തിലായിരിക്കുമല്ലോ. എങ്കിലും ചളി പറയും, അറിയില്ല, അത് അവരോട് ചോദിക്കണം. പറയുമായിരിക്കും, ചളി പറയുമായിരിക്കും. മക്കളെ കുറിച്ച് പറഞ്ഞില്ല, രണ്ട് പേരുണ്ട്. മോൻ പഠിച്ചത് ഫിലിം മേക്കിംഗ് പഠിച്ചത് ബോംബെയിലെ വിസ്ലിംഗ് വുഡ്സിലെ വിഷ്ണു. അവൻ ബോംബെയിലെ ഏറെക്കാലം വർക്ക് ചെയ്യുന്നു, അഡ്വർടൈസിംഗ് ഒക്കെ ആയിട്ട്. ഇപ്പോൾ ഫിലിം പ്രൊഡക്ഷനിലും കൂടി ഇത് ചെയ്യുന്നുണ്ട്. അവൻ സ്വന്തമായിട്ട് സിനിമ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. 2 സിനിമയുടെ പ്രൊഡക്ഷൻ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. മോള് അവൾ മ്യൂസിക് പഠിച്ചിട്ടുണ്ട്, അവൾക്ക് അഭിനയമൊക്കെ താല്പര്യമുള്ളൊരു കുട്ടിയാണ്. അവൾ തൽക്കാലം ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. SBIയിലുണ്ടല്ലേ? SBIയിലുണ്ട്.
ഈ കല എന്ന് പറഞ്ഞാൽ സാറിൻ്റെ മനസ്സിൽ എന്താണ് ഇത്? എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയാണെന്ന് കരുതാം, ഞാൻ കുട്ടിയാണ്. അപ്പോൾ കല എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് സാറിൻ്റെ മനസ്സിലുള്ളത്? ഇറ്റ്സ് ബേസിക്കലി ഒരു ഇമോഷണൽ എക്സ്പ്രഷനാണ്. വൈകാരികമായി നമ്മുടെ മനസ്സിലുള്ളൊരു കാര്യം മറ്റൊരാളോട് പറഞ്ഞ് അറിയിക്കുന്നതിനുള്ള ഏറ്റവും സൂക്ഷ്മവും ഇഫക്റ്റീവുമായിട്ടുള്ള വഴിയാണ് ആർട്ട് എനിക്ക് തോന്നുന്നു. സാധാരണ കമ്മ്യൂണിക്കേഷനിൽ നിന്നും അത് ഉയർന്നു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അത് സൗന്ദര്യാത്മകമാണ്. നമുക്ക് മറ്റ് മാധ്യമങ്ങളിലൂടെ പറയാൻ സാധിക്കാത്തത് കലയിലൂടെ പറയാൻ പറ്റും. ഇപ്പോൾ ഒരേ കടൽ എന്നുള്ള അതിലെ കഥയും ആശയങ്ങളും നമുക്ക് എത്ര ലേഖനമായിട്ട് എഴുതിയാലും അത് ക്ലിയർ ആവില്ല. അത് ആ അനുഭവങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും പോകുമ്പോഴേ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഒരു സംഗീതശകലം അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ്. അപ്പോൾ ഗർണിക്ക വരച്ചിട്ടുള്ള പിക്കാസോ, ഗർണിക്കയുടെ പ്രമേയം എന്താണെന്ന് നമുക്ക് എത്ര ലേഖനം എഴുതിയിട്ടും അത് കാര്യമില്ല. അത് കാണുമ്പോൾ കിട്ടുന്ന ആ ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. അങ്ങനെ ദൃശ്യശ്രാവ്യ ഉപാധികളിലൂടെ, ബൗദ്ധിക ഉപാധികളിലൂടെ നമ്മളെ വൈകാരികമായി സ്പർശിക്കുന്ന എന്തോ അതാണ് കല എന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യനും കൂടെ ഉള്ളത്, അത് ഇന്ന തരത്തിൽ എല്ലാവരെയും അഡ്രസ്സ് ചെയ്തിട്ട് ഇപ്പോൾ സാറിൻ്റെ ഇപ്പോൾ ചിലപ്പോൾ കഥാപാത്രങ്ങളൊക്കെ എല്ലാവരെയും പ്രതിനിധീകരിക്കണമെന്നില്ല. അയാൾ മാത്രമായിരിക്കും, അയാളുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയായിരിക്കും ഒരു ഫോക്കസ് പോയിന്റ്? ഇപ്പോൾ ഡെമോക്രാറ്റിക് ആയിട്ടായിരിക്കുമോ നമ്മൾ ഇതിനെ സമീപിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കലയിലെ ഡെമോക്രസി എന്നുള്ളത് എനിക്കറിയില്ല. അത് നമുക്ക് സമൂഹത്തിൽ കലാപ്രവർത്തനത്തിനകത്ത് ഒക്കെ ആവാം. പക്ഷേ കലയിൽ നമ്മൾ ഒരു വോട്ടെടുത്തിട്ടല്ലോ നമ്മൾ തീരുമാനിക്കുന്നത്. അത് വളരെ സബ്ജക്റ്റീവാണത്. ഓരോരുത്തർക്കും കല ഓരോ രീതിയിലാണത് റിസീവ് ചെയ്യപ്പെടുന്നത്. ഏത് കലയായാലും, സംഗീതം പോലും എനിക്കിഷ്ടമുള്ള പാട്ടായിരിക്കില്ല രജനീഷിന് ഇഷ്ടമാവുന്നത്. അതെല്ലാം നമ്മളുടെ ജനറ്റിക് മേക്കപ്പും നമ്മളുടെ ബ്രെയിനിലെ ന്യൂറോണുകളുടെ വയറിങ്ങും ഒക്കെ ചേർന്നിട്ടാണ് അഭിരുചി ഉണ്ടാവുന്നത്. അതിനെ ഒരു ജനറലൈസ് ചെയ്ത് എല്ലാവർക്കും പറ്റിയത് എന്ന് പറഞ്ഞിട്ടൊരു കലയില്ല. അത് കലയല്ല തന്നെ പറയണം. അതുകൊണ്ടാണ് ഈ പോപ്പുലർ സിനിമയുടേത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്ന് പറയുന്നത് തന്നെ ഒരു ആത്മാർത്ഥതയില്ല, സത്യസന്ധതയില്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് തോന്നുന്നതാണ്. നമുക്ക് ചെയ്യാവുന്നത് നമ്മളുടെ മനസ്സിലുള്ളതിനെ ഏറ്റവും ശക്തമായി എക്സ്പ്രസ് ചെയ്യാനുള്ള ടൂൾസ് കണ്ടെത്തുക എന്നുള്ളതാണ്. മാധ്യമത്തെ ഏറ്റവും ശക്തമായി എങ്ങനെ ഉപയോഗിക്കുക എന്ന് കണ്ടെത്തുക. അപ്പോൾ തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നെപ്പോലെ കുറേ ആളുകളുണ്ടാവും, ചില വികാരങ്ങൾ ഷെയർ ചെയ്യുന്ന ആൾക്കാർ, ചില ഭാവങ്ങൾ ഷെയർ ചെയ്യുന്ന ആൾക്കാർ. അത് അവരിലേക്ക് എത്തുന്നുണ്ട്. കാരണം ഈ സിനിമകളൊന്നും വലിയ ഹിറ്റുകളൊന്നും അങ്ങനെയൊന്നും ആയിട്ടെങ്കിൽ പോലും ചെറുതായതിങ്ങനെ പ്രസരിച്ച് ഇങ്ങനെ എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അകലെ പോലെ അത്രയധികം കാണാത്ത ആളുകൾ സിനിമ പോലും ഒരുപാട് ആളുകൾ അതിൻ്റെ പല ഭാവങ്ങൾ എത്തിയിട്ടുണ്ട്. സോ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അൾട്ടിമേറ്റ്ലി. പക്ഷേ അതിൻ്റെ ഒരു കോർ എലമെൻറ്റ് എമ്പതി ആയിരിക്കണം. വേദനിക്കുന്ന മനുഷ്യനോടുള്ള സഹഭാവമായിരിക്കണം. ജഡ്ജ്മെൻ്റ് അല്ലാതെ അവനെ കൂടുതൽ മനസ്സിലാക്കാനും അവൻ്റെ കൂടെ അണിചേരാനുമുള്ളൊരു സന്നദ്ധതയായിരിക്കണം. അത് എസെൻഷ്യലാണ്. അതില്ലാത്ത ആ ഒരു വൈകാരിക ഭാവമില്ലാത്ത കലയോട് എനിക്ക് താല്പര്യമില്ല. പ്യൂർലി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള, താത്വികമായിട്ടുള്ള, ഈ ഡോഗ്മകൾ, പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അങ്ങനെയുള്ള കലയിൽ എനിക്ക് താല്പര്യമില്ല. അൾട്ടിമേറ്റ്ലി അതിൻ്റെ കോംപ്ലക്സിറ്റിയിലേക്കും അതിൻ്റെ ധർമ്മസങ്കടങ്ങളിലേക്കും ആഴ്ന്നിറങ്ങുന്ന കലയേതോ അതിനോടാണ്, ആ വഴിയിലാണ് ഞാൻ. ഹേയ് ജൂഡ് കാണുന്ന സമയത്ത് സാറിനെ ശരിക്കും വിളിക്കണമെന്ന് തോന്നിയ ഒരു സമയമാണ്. കാരണം അത് ഡിഫറെൻ്റ് അപ്രോച്ചാണ്, ഡിഫറെൻ്റ് ആയിട്ടാണ് ആ കഥ പറഞ്ഞിരിക്കുന്നത്, ലൈറ്റായിട്ടാണ് അതിനെ സമീപിച്ചിരിക്കുന്നത്. പക്ഷേ ഭയങ്കര ഹെവി ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അത് പതിയെ കൊണ്ടുവന്ന് നമ്മളിലേക്ക് എത്തിക്കുന്നില്ലേ? അങ്ങനെ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് വന്നത്? അല്ല, അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് തോന്നിയത് പിക്കു പോലൊരു സിനിമ കണ്ടപ്പോഴാണ്. പിക്കുവിൻ്റെ തീംസ് എന്ന് പറയുന്നത് മോർട്ടാലിറ്റി, ഏജിങ്, മറ്റ് ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസ്, ഇതൊക്കെയാണ് പിക്കുവിൻ്റെ തീം. പക്ഷേ പിക്കു പറഞ്ഞിരിക്കുന്ന രീതി വളരെ ഹൃദ്യമാണ്, വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടാണ്. അപ്പോൾ ആ ഒരു ഇൻ്റർലേസിങ് ഓഫ് ദാറ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത്തരത്തിലുള്ളൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഞാൻ ഈ കോവളത്തുള്ള ഒരു ലൈറ്റ് ഹൗസ് ബീച്ചിൻ്റെ അവിടെ ഒരു ബീറ്റിൽസ് കഫേ ഉണ്ടായിരുന്നു. ഞാനെപ്പോഴും അവിടെ ഞാനും ഫാമിലിയായിട്ടൊക്കെ പോയി ഇരിക്കാറുണ്ട്. അപ്പോൾ അവിടെ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു പയ്യനുണ്ട്, ഒറ്റയ്ക്ക് ഒരു ഗിറ്റാറും പിടിച്ചവൻ, കേസിൽ ഗിറ്റാർ ഇട്ടിട്ട് ഒരു പക്ഷേ ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്നതായിരിക്കാം, ഒറ്റയ്ക്കിരുന്ന് കോഫി കുടിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്.
അപ്പോൾ ഈ കഥാപാത്രമാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഇങ്ങനെയുള്ളൊരു ഒറ്റയ്ക്കുള്ള ഒരാൾ, ബീറ്റിൽസ് കഫേ, അങ്ങനെ ബീറ്റിൽസ് എന്നാണ് ഹേ ജൂഡ് എന്നുള്ള വളരെ പ്രശസ്തമായ പാട്ടുണ്ടല്ലോ, അതിലേക്ക് പോയി. അങ്ങനെയാണ് അത് മെല്ലെ മെല്ലെ അത് ഇവോൾവ് ചെയ്ത് വരുന്നത്. അത് പക്ഷേ രസമായിട്ടാണ് എല്ലാവരും കണ്ടത്. അത് എല്ലാവരും അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ശ്യാം സാറിൻ്റെ സിനിമ ഇങ്ങനെയും കാണാം, ഇല്ലെങ്കിൽ ഇങ്ങനെയും ശ്യാം സാർ സിനിമ ചെയ്യും. അല്ല, അതാ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഓരോ പ്രമേയവും ഓരോ ട്രീറ്റ്മെൻറ്റ് അർഹിക്കുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ കണക്ട് ചെയ്യുന്ന കോറായിട്ടുള്ള ഒരു എൻ്റെ ഒരു വ്യക്തി ഉള്ള കുറേ ഘടകങ്ങളും അതിലുണ്ടാവാം. എല്ലാത്തിലും ഇലക്ട്രയും ഹേ ജൂഡും രണ്ടാണെങ്കിലും കോമൺ ആയിട്ടുള്ള ഒരുപാട് ഘടകങ്ങളും ഉണ്ടാവാം. അതേപോലെ തന്നെ സാർ മ്യൂസിക് പഠിക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? അല്ല, മ്യൂസിക് ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് മ്യൂസിക് സിനിമാറ്റോഗ്രഫി പോലുള്ളൊരു വളരെ കോറായിട്ടുള്ള ഘടകമാണത്. മ്യൂസിക്കും ഒരു ഇമേജും കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്നൊരു ഭയങ്കര ഒരു തരം ഓർഗാസ്മിക് ആയിട്ടുള്ളൊരു മൊമെൻറ്റ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കാരണം അവിടെ ഒരു പ്രത്യേക ഒരു മെലഡി പ്ലേ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ചില ഇൻസ്ട്രുമെൻറ്റ്സ് ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന ആ വിഷ്വലിന് വരുന്നൊരു ട്രാൻസ്ഫോർമേഷൻ. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളായിട്ട് എക്കാലത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്കോറ് ചെയ്യുന്ന സമയത്ത്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യുന്ന സമയത്ത് ഈ കമ്പോസേഴ്സുമായിട്ടൊക്കെ ഞാൻ വളരെയധികം ക്ലോസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഡ്രാമ സ്കൂളിലുള്ള സമയത്ത് തന്നെ ഈ ഓർക്കസ്ട്രൽ മ്യൂസിക് കളക്ട് ചെയ്യാൻ്റെ ഒരു പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞ് ടെലിവിഷൻ കാലഘട്ടത്തിലും, കാരണം നമ്മൾ ഓരോ വർക്കിനും വേണ്ടി സ്വന്തമായിട്ടൊരു കമ്പോസറെ അതിന് ഹയർ ചെയ്യാനെന്നുള്ള ബഡ്ജറ്റ് ഇല്ലായിരിക്കും. അപ്പോൾ അതിനെ പറ്റിയ ഇത് കണ്ടെത്തുക, അതിനുവേണ്ടി ഞാൻ ധാരാളം വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കാനും അതിനെപ്പറ്റി മനസ്സിലാക്കാനും ഞാൻ ശ്രമിച്ചു. അങ്ങനെ എനിക്ക് അതിനോട് ഒരു ഇഷ്ടം തോന്നി. ഈ വെസ്റ്റേൺ ക്ലാസിക്കലിൻ്റെ ഒരു സിംഫോണിക് ആയിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ടല്ലോ, ആസ് ഒപ്പോസ് ടു നമ്മളുടെ ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ മെലഡി ആൻഡ് റിഥം ബേസ്ഡ് ആയിട്ടുള്ളതാണ് ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ സ്ട്രക്ചർ. മറ്റേത് ഹാർമണി ബേസ്ഡുള്ളതാണ്. അപ്പോൾ ഈ ഹാർമണി എന്ന് പറയുന്നത് ഒരു രണ്ട് ഇൻസ്ട്രുമെൻറ്റ്സ് രണ്ട് കീയിൽ വായിക്കും, രണ്ട് നോട്ട്സിൽ വായിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു മൂന്നാമത്തൊരു അനുഭവം. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഈ മ്യൂസിക് വേറൊരു വിഷ്വലായി ചേരുമ്പോൾ ഉണ്ടാവുന്ന വേറൊരു അനുഭവം. അപ്പോൾ ഇങ്ങനെ ഒരു എൻവയൺമെൻറ്റിൽ ഞാനിങ്ങനെ കുറേ കാലം നിന്നിരുന്നു. അപ്പോൾ ഈ കമ്പോസേഴ്സിൻ്റെ ഒക്കെ അടുത്ത് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ പ്രധാന ഡിസ്കഷൻസും ഞാൻ പഠിക്കാൻ ശ്രമിച്ചതും ഒക്കെയാണ്. അങ്ങനെ കുറേ കാലം പോയി. പിന്നീടാണ് ഈ അടുത്ത കാലത്ത് ഈ ഇലക്ട്രോണിക് മ്യൂസിക് പ്രൊഡക്ഷൻ എന്നുള്ളത് നമ്മളുടെ അങ്ങനെ ഒരു സാധ്യത കൂടുതൽ തെളിഞ്ഞു വരികയും ഒക്കെ ഉണ്ടായപ്പോൾ, പ്രത്യേകിച്ച് ഡിജിറ്റൽ കോമ്പസിഷൻ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമായപ്പോൾ ഞാനത് മെല്ലെ പഠിക്കാൻ ശ്രമിച്ചു. ലക്ലി അത് കോവിഡ് കാലഘട്ടം കൂടിയായിരുന്നു. കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്ത് പഠിക്കാൻ നോക്കി. കാരണം ഇതിനകത്ത് അതിൻ്റേതായിട്ടുള്ളൊരു സയൻസ് ഉണ്ട്, അതിൻ്റെ റൂൾസ് ഉണ്ട്. ആ റൂൾസ് എന്നുള്ള റൂളിന് വേണ്ടിയിട്ടുള്ളതല്ല, അതല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഡിസൊണൻ്റ് ആയിട്ടുള്ള നോട്ട്സ് വരുമ്പോൾ നമുക്കൊരു കേൾക്കുമ്പോൾ സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, എന്തുകൊണ്ടാണ് ഒരു സ്കെയിലിന് ഒരു ഹാർമണി ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെയൊക്കെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. അതിൻ്റെ ട്രിക്ക് എന്താണെന്നുള്ളത്, ഓരോന്നും ഏത് സ്കെയിലിലാണ്. ഇപ്പം ബീഥോവൻ്റെ മൂൺലൈറ്റ് സൊനാറ്റ എന്നുള്ളത് C# മൈനറിലുള്ളൊരു സംഭവമാണ്. അപ്പം മൈനർ ആവുമ്പോൾ എന്താണ് ഇതിന് വ്യത്യാസം വരുന്നത്? അപ്പോൾ C# മൈനറിൽ വേറെ ഏതൊക്കെയാണ് കോമ്പോസിഷൻസ് ഉള്ളത്, അത് കേൾക്കാൻ. പിന്നെ അപ്പോഴേക്കൊക്കെ യൂട്യൂബൊക്കെ വന്നു തുടങ്ങി. യൂട്യൂബിലൂടെ ഇതെല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. പല ആളുകളുടെ കോമ്പോസിഷൻസ് എന്താണ്. വെസ്റ്റേൺ മ്യൂസിക്കിൽ തന്നെ നമ്മൾ സിംഫണി എന്നുള്ള വാക്ക് മാത്രമേ നമ്മൾ കേട്ടുള്ളൂ. പല സൊനാറ്റ, സെറനേഡ്, അങ്ങനെ പല ഫോംസ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കാൻ നോക്കി. അങ്ങനെ ആ ഒരു ലോകത്തിൽ ഇതിപ്പോൾ എനിക്ക് സ്വയമായി ചെയ്യാനുള്ളൊരു ധൈര്യമെല്ലാം വന്നു. അങ്ങനെ വീട്ടിലിരുന്നിട്ടും പല ചെറിയ കോമ്പോസിഷൻസ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് മാത്രം കേൾക്കുന്നത്, ഇവരാരും കേട്ടിട്ടില്ല, അത് പലതും ചെയ്തിട്ടുണ്ട്. ഈ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള പിയാനോ കൊണ്ട് ഈവൻ ഷീബയുടെ ട്രീറ്റ്മെൻറ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ നിന്നിട്ട് ചെയ്തിട്ടുള്ളതുണ്ട് ആ കാലഘട്ടത്തിൽ. കാരണം ഒരു ലാപ്ടോപ്പും ചെറിയൊരു കീബോർഡും ഹെഡ്ഫോൺസും ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അങ്ങനെ ഓരോ തീമിൽ, ഓരോ മൂഡിലുള്ള സമയത്ത് ആ മൂഡിൻ്റെ റിഫ്ലക്ഷനായിട്ടുള്ള കുറേ കോമ്പോസിഷൻസ് ഉണ്ടാക്കി. അങ്ങനെ ഞാനത് ഒരു പരിധിവരെയൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായി. പിന്നെ അറിയാത്തത് ഞാൻ യോസഫച്ചനോടോ രാഹുൽ രാജനോടോ ഒക്കെ വിളിച്ച് ചോദിക്കും ഇതെങ്ങനെയാണ്. അങ്ങനെ കുറേ ചെയ്തു. അപ്പോഴാണ് എ സൺഡേ, ഒരു ഞായറാഴ്ച എന്നുള്ള സിനിമ വന്നത്. അപ്പം അതിൽ വേറൊരു കമ്പോസറെ ഹയർ ചെയ്യാനുള്ള ഇതില്ല, ബഡ്ജറ്റില്ല. ഞാൻ തന്നെ ചെയ്യാനായി. ഞാൻ തന്നെയാണത് കമ്പോസ് ചെയ്തത്. പിന്നീട് കാസിമിൻ്റെ കടലിനൊക്കെ അതാണ് ചെയ്തത്. ഈ ഇരവിൽ വിരിയും മമത പാടിയത്, അത് ശരിക്കും ശിവചേട്ടൻ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഒന്നായിട്ട് ശിവചേട്ടൻ പറഞ്ഞിട്ടുണ്ട്.
അതെ അതെ. ഈവൻ കാഴ്ചയ്ക്ക് വേണ്ടി ഷിബു എഴുതിയതും വളരെ നല്ല പാട്ട്. വീട്ടിലിരിക്കുന്ന സമയത്ത് എന്തായാലും എഴുതിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ. അത് സിനിമയായിട്ട് പുറത്തു വരും. തീർച്ചയായും വരും. പല പല നേരത്തെ എടുത്ത നോട്ട്സിനെയൊക്കെ ഞാൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. സ്ക്രീൻ പ്ലേ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന 1-2 പ്രോജക്റ്റുകളുണ്ട്. സംസാരിക്കാത്ത ഏരിയ സാറ് ചെയ്ത ആർട്ട് ഫിലിംസ്, ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ വർത്തമാനം പറഞ്ഞിട്ടില്ല. പക്ഷേ സമയത്തിൻ്റെ കുറവുണ്ട്. നമുക്ക് വേറെ അവസരത്തിൽ. സാർ ഇത്രയും ഓപ്പൺ ആയിട്ട് സംസാരിച്ചതിൽ എനിക്ക് ഭയങ്കര നന്ദിയുണ്ട്. ലവ്ഡ് ഇറ്റ്. ഞാൻ നല്ല ഡെപ്തിൽ നമുക്ക് പോകാൻ പറ്റി. പറയുന്ന സാധാരണ പറയാത്ത കാര്യങ്ങൾ പോലും പറയാൻ രജനീഷ് എന്നെ ഓപ്പൺ അപ്പ് ചെയ്തു. താങ്ക് യു. കമൻറ്റിനും നന്ദിയുണ്ട്. ഗുഡ് ജോബ്.